പരിപാടി ഇതിൽ ഭയങ്കര ഔപചാരികതയും ഒന്നും ആരും ചിന്തിക്കണ്ട അല്ലേ? എനിക്കത് തോന്നുന്നു അല്ലേ ഷായ്മേ? എനിക്കിതിലൊരു ഔപചാരികത അനക്കുണ്ടോ? ഇല്ല ഇല്ല. അപ്പോൾ ഇതിൻ്റെ ക്യാമറേൻ്റെ പിന്നിൽ സജീറുണ്ട് അല്ലേ? എനിക്കതൊക്കെ പറയണം തോന്നുന്നു. അപ്പോൾ നമ്മൾ മൂന്നാളുള്ള ഒരു സഭയാണ് ഇവിടെ. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അല്ലേ? ഷായ്മ എന്താണ് എൻ്റെ ഓത്തൻറ്റിക് ആയിട്ടുള്ള സ്റ്റാർട്ടിൽ നമുക്ക് തുടങ്ങാം. എനിക്കെന്താ പറയാനുള്ളത്? എനിക്ക് അറിയേണ്ടത് എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മളോട്, ഞാൻ അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാരെന്ന് പറയാൻ കുറേ ആളൊന്നുമില്ല, എന്നാലൊരു 10-12 ആൾക്കാർ ചോദിച്ച് എങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുക, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എന്താ പറയുക എക്യുപ്മെൻറ്റ്സ് എന്താണ്, നിങ്ങളുടെ സെറ്റപ്പ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് നമുക്ക് കണ്ടന്റ് വൈസ് നമുക്കൊന്നും പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് ടെക്നിക്കൽ വൈസിൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാലോ എന്ന് വിചാരിച്ചത്. ഇപ്പൊ എനിക്ക് തന്നെ തോന്നുന്നു, എന്താണ്, ഞാനിവിടെ വന്നിട്ടൊരു 1.5 വർഷമായിട്ടുള്ളൂ, മാക്സിമം 1.5 ഇയേഴ്സ്. അതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് തോന്നുന്നൊരു 5 ഗ്രൂപ്പ് ആൾക്കാരെങ്കിലും ഒരു പോഡ്കാസ്റ്റ് എങ്ങനെ റൺ ചെയ്യുന്നൊന്ന് മനസ്സിലാക്കാൻ മാത്രം വന്നൊരു സ്പേസിൽ നിന്നാണ് നമ്മൾ സംസാരിക്കണത്. അതെ, അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത് ഷെയർ ചെയ്യാൻ ഈ ആഗ്രഹിക്കുന്നത് ഇറ്റ്സ് ഗ്രേറ്റ്. എന്താ പറയുക, ഇത് എല്ലാവരും ചെയ്യട്ടെ, ഇത് നല്ലൊരു സാധനമായി മാറ്റാൻ. അപ്പോൾ എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു സമൂഹം മൊത്തം തന്നെ ആർക്കും സംസാരിക്കാവുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കണ്ടന്റുകൾ ശരിക്കും സമൂഹത്തിനെ ബാധിക്കൂലേ എല്ലാവരും ചെയ്യാന്ന് പറയുമ്പോൾ? എന്നാലും ചിലപ്പോൾ നമുക്ക് ജമ്മായിട്ടുള്ള ചില കോൺവെർസേഷൻസ് നമ്മളെ തന്നെ പെർസ്പെക്റ്റീവ് മാറ്റാവുന്ന കോൺവെർസേഷൻസ് ചിലപ്പോൾ അതിൽ ഗുഡ് ഡേ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഷായി പറയണത് അല്ലേ? എല്ലാവരും സംസാരിക്കണം, എല്ലാം കേൾക്കരുത്, കേൾക്കണ്ട് മാത്രം കേൾക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പക്ഷെ മറ്റേതും സംസാരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതിനൊക്കെ കൂടി നല്ലത് വരട്ടെ, ഒരു ഡോറും കൊട്ടി അടക്കപ്പെടരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഷായ്മിനോട് ചോദിക്കാൻ കഴിയാന്ന് പറയണത്, ഇപ്പോൾ എനിക്കറിയാവുന്ന ഷായ്മ എന്ന് പറയണത്, ഈ ഷായ്മ എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണ പ്രവാസി അല്ല എങ്കിൽ പോലും ഒരു പ്രവാസിയായിട്ട് അവിടെ അയാളുടെ ജോലികളും അയാളുടെ തിരക്കുകളും പൈസ ഉണ്ടാക്കുന്ന ഓട്ടങ്ങളുമായിട്ട് നടന്നിരുന്നൊരു ചങ്ങായിയാണ്. ഈ ചങ്ങായി ഒറ്റയടിക്ക് അയാളെ ആഗ്രഹങ്ങളുമായിട്ടൊരു പോഡ്കാസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് അയാൾ തിരിയാണ്. അപ്പോൾ നമ്മളുടെ ഒരു സൗഹൃദ വലയത്തിനുള്ളിൽ അയാൾ ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സംസാരിക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു അവിടെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഷായ്മിൻ്റെ തുടക്കം അല്ലേ? നമുക്കിടയിലുള്ള സംസാരങ്ങൾ അതന്നെയാണ് പോഡ്കാസ്റ്റുകൾ, കാണുന്ന പോഡ്കാസ്റ്റുകളൊക്കെ അതന്നെയാണ്. അതുകൊണ്ടാണ് ഷായ്മ പോഡ്കാസ്റ്റ് തുടങ്ങിയത്. വൈദഹലിനോട് തന്നെ ചാനൽ തുടങ്ങിയതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പരിപാടിയാണ് ചോദിക്കണേ. അത് നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള സംസാരങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ, അപ്പോൾ ഈ വിദേശത്താവുമ്പോഴും എനിക്ക് സംസാരിക്കാൻ ഒരു ഇടം കിട്ടാത്തൊരു സാഹചര്യം വന്നിരുന്നോ? വിദേശത്ത് ഉണ്ട്, വിദേശത്ത് സ്പേസസ് കുറവാണ്. എൻ്റെ ജോലി തിരക്കുകൾക്കിടയിലും കാര്യങ്ങളിലൊക്കെ ഇടയിലും എനിക്ക് അത് മാത്രമല്ല, ആൾക്കാർ ചില സമയത്ത് നമ്മളെ ടോളറേറ്റ് ചെയ്യുക, അവൻ പറയുന്നത് കേൾക്കണം, നമ്മളിങ്ങനെ പറയല്ലേ, ആൾക്കാർ ചടപ്പിക്കല്ലേ, ഇന്ന പോലെ ടോക്കറ്റീവ് ആണോ എന്താണോ ഇങ്ങനെ സംസാരിക്കുന്നത്, ആൾക്കാർക്ക് ചെവിക്ക് റെസ്റ്റ് എടുക്കട്ടെ. അതെ ഇടല്ലേ. പക്ഷെ സംസാരമല്ലല്ലോ കേൾവി, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലിസ്ണിംഗ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഷായ്മിൻ്റെ ഒരു ചേഞ്ച് ഉണ്ടല്ലോ അതിലപ്പോൾ അല്ലേ? ഷായ്മ ഇപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ ഷായ്മ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന വ്യക്തി എന്നാണ് ഷായ്മ ഇപ്പോൾ പറഞ്ഞത്. പക്ഷെ എനിക്കറിയാവുന്ന വൈദഹലിനോട്ട് തന്നെ പോഡ്കാസ്റ്റ് റൺ ചെയ്യുന്ന ഷാഹിം എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ലിസ്ണറാണ്. ഒരു ടോക്കറ്റീവ് പേഴ്സൺ എന്ന് ലിസ്ണറിലേക്ക് മാറുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അതെവിടെ ഈ കാരണം എനിക്ക് സംഭവിച്ചിരിക്കുക? അത് പോഡ്കാസ്റ്റിലൂടെയാണ് നടന്നത്. അതാണ് എനിക്ക് ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ ഒരു ടേക്ക് ഉള്ളത്. പോഡ്കാസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇങ്ങനെ പറയുന്നതല്ല വേണ്ടത്. അപ്പോൾ അപ്പുറത്ത് ഗസ്റ്റ് ഇവരൊക്കെ വരുമ്പോൾ അവർ പറയുക, അപ്പോൾ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് അതിലെ ഒരു മേജർ ഘടകം. പോഡ്കാസ്റ്റിലെ നല്ല രീതിക്ക് കേട്ടാൽ, ലിസൺ ചെയ്താലാണ് നമുക്ക് നല്ല ചോദ്യം ചോദിക്കാൻ പറ്റും. പക്ഷെ അതിൽ നമുക്ക് സംശയങ്ങൾ ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല,
ഇപ്പോൾ ഉദാഹരണം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഷായ്മ റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ ഒരു ഉത്തരത്തിന് അയാൾക്ക് 45 മിനിറ്റോളം വേണമെന്നുള്ളതാണ് നമ്മൾ പോലും അയാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എനിക്ക് നിങ്ങൾക്ക് കൺവേ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ കൺവിൻസിങ് ആവുന്ന രീതിയിൽ എനിക്ക് അതിന് ഉത്തരം തരണമെങ്കിൽ എല്ലാ ചോദ്യത്തിനും ഇല്ല. പക്ഷെ മൈത്രേയൻ പറയുന്നുണ്ട് ചില ചോദ്യങ്ങളില്ല. അപ്പൊ ഇതിനിടയിൽ ഇടപെടുന്നത് ഇതിലൊരു ഇഷ്യൂ ആവും. ഒരാൾ 45 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഉത്തരമാണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെക്കുക, ഇപ്പൊ ഞാൻ പോലും. അപ്പോൾ അതിനിടക്ക് ഷായ്മ ഒരു 15 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളാ പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതില്ലേ? ആ ഇടപെടൽ വരുന്നിടത്ത് ശരിക്കും ഇടപെടണം എന്നാണ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇടപെടലുകൾ വേണ്ടിടത്ത് ഇടപെട്ടിട്ട് തന്നെ പോകണം എന്നുള്ളതാണ് ശരിക്കും നല്ലൊരു പോഡ്കാസ്റ്റിന് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ ജോ റോഗൻ എന്ന് പറയുന്ന ആളിൽ നിന്നൊക്കെ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഷായ്മ എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്റ് റൺ ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിലേക്ക് ഷായ്മ എത്തുന്നത്. അപ്പോൾ അയാളെ എത്രത്തോളം ഫോളോ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ? ഭയങ്കരമായിട്ടേ ജോ റോഗന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ പറയുക സൗദിയിൽ അങ്ങനത്തെ രാജ്യത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു രസമാണ്. അതായത് ജോ റോഗൻ്റെ പോഡ്കാസ്റ്റിൻ്റെയൊക്കെ പ്രത്യേകത പറഞ്ഞാൽ നമ്മളിങ്ങനെ അത് മനസ്സിലാക്കി, അതായത് ശരിക്കും ഒരു പോഡ്കാസ്റ്റ് പറഞ്ഞാൽ ഈ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞാലാണ് ആൾക്കാർ ശരിക്കും പോഡ്കാസ്റ്റിലേക്ക് വരിക. മനസ്സിലാക്കി ആൾക്കാർ കംഫർട്ടബിൾ ആവുക. അപ്പോൾ ഏറ്റവും നല്ല പോഡ്കാസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ കോശിയുടെ നമ്മൾ എത്ര മണിക്കൂറാ പോയെന്നുള്ളത് അത് ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേക്ക് എന്താ പറയുക ആള് ഭയങ്കര കംഫർട്ടബിൾ ആവുന്നുണ്ടല്ലോ. ആ ഒരു സ്പേസിലേക്കാണ് ശരിക്കും എത്തേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ അതാണ് ശരിക്കും അപ്പോഴാണ് ശരിക്കും കോൺവെർസേഷൻസ് ഹാപ്പൻ ആവുക എന്നുള്ളതാണ് അതിൽ പറയൽ കേട്ടോ. എനിക്ക് സത്യം തോന്നിയിട്ടുണ്ട്. പിന്നെ ഷായ്മ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എന്താണ് ഞാനിതിൻ്റെ ടെക്നിക്കൽ ആൻഡ് എല്ലാ സൈഡിലും ഞാൻ ഒരുപാട് എന്താണ് കാലമൊന്നും ആയില്ലെങ്കിലും ആക്റ്റീവായിട്ടുള്ള മെമ്പർ തന്നെയാണ്. അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ സജീറാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. സജീർ വളരെ ലളിതമായിട്ട് സജീറിന്റെ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് എനിക്കൊരു വിഷ്വൽ കാണിക്കുകയാണ്. അപ്പം ഞാൻ ഈ വിഷ്വൽ കാണുന്നത് ഒരൊറ്റ ആംഗിൾ ക്യാമറയാണ്. അതിലൊന്നും വൈഡും ഇല്ല, ക്ലോസും ഇല്ല, മിഡും ഇല്ല. അങ്ങനത്തെ ഒരു ക്യാമറ സജീർ വെച്ചിട്ട് അപ്പോൾ 2 ചങ്ങായിമാർ, അപ്പോൾ ഒരുത്തണ്ട് ഒരു ടൗസറൊക്കെ ഇട്ടിരുന്നിട്ട് ഇപ്പം നമ്മൾ പറയുന്ന പോലെ തന്നെ ഇവൻ ഭയങ്കരമായിട്ട് ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചും അല്ലെങ്കിൽ ഒരു ആവറേജ് മലപ്പുറം യുവാവിന് എന്താണ് എന്താ ഇത് പരിപാടിന്ന് തോന്നുന്ന ലെവലിലുള്ള ഭയങ്കരമായിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ വരികയാണ്. അപ്പം ഞാനൊരു 15 എൻ്റെ വൈബിൽ ഞാൻ പറഞ്ഞു കേട്ടോ, ഞാനൊരു 15 മിനിറ്റോളം കേട്ടിട്ട് എനിക്കിത് വർക്കാവുന്നില്ല. അപ്പോൾ ഞാൻ സജീറിനോട് എന്താ സംഭവം, അപ്പോൾ സജീറിനോട് പറഞ്ഞു. അപ്പോൾ അന്ന് കേരളത്തിൽ ഭയങ്കര വൈറലായിട്ട് പോഡ്കാസ്റ്റുകളൊന്നും ഇല്ല. ഇന്ന് ഈ കേരളത്തിൽ കാണുന്ന പോലെ മില്യൺസ് അടിക്കുന്ന വ്യൂസോ ഒരു പരിപാടി ഇല്ലാത്തൊരു സമയമാണത്. അത് ഷായ്മിന് പറയാം, ഷായ്മ അത്ര മുന്നേ തുടങ്ങിയ ആളാണ്. അപ്പോൾ ഇവനോട് പറഞ്ഞു ഇതിൻ്റെ പേരാണ് പോഡ്കാസ്റ്റ്. അപ്പോൾ ഇതെന്താ പരിപാടി? അങ്ങനെയൊന്നുമില്ല, നമുക്ക് തോന്നണ നമ്മൾ സംസാരിക്കുക. അപ്പോൾ 2 ആൾക്കാർ തമ്മിൽ ഊർക്ക് തോന്നുന്ന വിഷയത്തിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കുക. ഇതെങ്ങനെ വർക്കാവും? പക്ഷെ അതെങ്ങനെ വർക്കാവും എന്നുള്ളൊരു ഉത്തരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് ഈ പറയുന്ന നമ്മളുടെ ഒരു സൗഹൃദ കൂട്ടായ്മേൻ്റെ ഉള്ളിൽ നമ്മളൊരു സർക്കിളിൻ്റെ ഉള്ളിൽ ഷാഹിം എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ ഈ ഷാഹിമിന് വന്ന കുറച്ച് അപ്ഡേഷൻസ് ഉണ്ട്. ഷാഹിം ആദ്യ സമയത്ത് ഈ ഒരു പോഡ്കാസ്റ്റ് റൺ ചെയ്തപ്പോൾ യൂസ് ചെയ്തിരുന്ന എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? ഷാഹിമിൻ്റെ പ്രേക്ഷകർ സ്വാഭാവികമായിട്ടും അതായത് അവർ ചിന്തിക്കുന്നുണ്ടാവും, അവർക്കാണ് മാറ്റം അറിയാം. ഇപ്പോൾ അക്ഷയ് എന്ന് പറയുന്നത് എനിക്ക് പോലും ആ ഒരു മാറ്റം അറിയില്ല. കാരണം ഒരു മാറ്റത്തിന് ശേഷം ഷാഹിമിൻ്റെ അടുത്തേക്ക് എത്തിയ ആളാണ് ഞാൻ. അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്തോ ആവട്ടെ, പക്ഷേ അതിന് മുമ്പ് ഷാഹിം ചെയ്യുന്നു, അതിൽ നിന്ന് ഷാഹിം സ്വയം പഠിക്കുന്നു, മാറി മാറി വന്നിട്ടുണ്ടാവല്ലോ. ഇനീഷ്യൽ സ്റ്റേജിൽ ഈ വൈദഹലിനോട് നടന്ന പോഡ്കാസ്റ്റിന് ഷാഹിം ഉപയോഗിച്ചിരുന്ന എക്യുപ്മെന്റ്സ് എന്തൊക്കെയായിരിക്കും? ഇനീഷ്യൽ സ്റ്റേജ് തുടക്കത്തിൽ എന്താ പറയുക, നമുക്കൊരു ക്യാമറ കിട്ടിയിരുന്നു. എൻ്റെ ഫ്രണ്ട് തന്നിട്ടുള്ളൊരു ക്യാമറയാണ്. അതാണ് നമ്മൾ തുടക്കത്തിൽ ഉപയോഗിക്കുന്നത്, യൂസ് ചെയ്യുന്ന ക്യാമറ. പിന്നെ ഫോണായിരുന്നു.
പിന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ ക്യാമറ ഇതായി. അപ്പോൾ അത് എക്യുപ്മെൻറ്റ്സ് നമുക്ക് വെറുതെ കിടക്കുന്ന ക്യാമറകളില്ലേ, അതായത് നമ്മൾ ക്യാമറ ബ്രാൻഡ് വാങ്ങിയിട്ട് ആൾക്കാർ വാങ്ങിയിട്ട് ലൈക്ക് പിന്നെ ലൈഫിൽ ബിസി ആയിട്ട് സൈഡിൽ കിടക്കുന്ന ആ ക്യാമറകളാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ക്വാളിറ്റിയിൽ അപ്പം തന്നെ നമുക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് മൊബൈലായിരുന്നു, നമ്മളെ വൈഡ് പോയിരുന്നു. നിന്റെ ഫോണായിരുന്നു അത്? ഏതാണ് ഫോണ്? അത് അന്ന് S21 ആണ് നമ്മുടെ വൈഡ് എന്താണ് നമ്മൾ പോയിരുന്ന ക്യാമറ എന്നുള്ളതാണ് അല്ലേ. അതില് പിന്നെ എന്താണ് മൈക്കൊക്കെ ബേസിക് അന്ന് എനിക്ക് തോന്നുന്നു 700-800 ഉണ്ടായിരുന്നു ഫസ്റ്റ് ഏറ്റവും ബേസ് സാധനം, ബേസ് മൈക്കാണ്. പക്ഷെ ആ മൈക്കും എന്താണ് നമ്മുടെ സ്റ്റുഡിയോസിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മൈക്കാണ്. അതെ, പക്ഷെ 700-800 അത്ര വരുന്നുള്ളൂ. അല്ല അത് ഇനി ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാനോ അല്ലേ, അതാണ് ബേസിക് ആയിട്ട്. പക്ഷെ അതിൽ ഭയങ്കര ഗെയിം ചേഞ്ചർ ഉണ്ട്. അതിൽ ഗെയിം ചേഞ്ചർ പറഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങളിത് ചെയ്തിരുന്നത് എങ്ങനെയാ വെച്ചാൽ, ഞങ്ങൾ ഓരോ ഔട്ടും ഓരോരുത്തരുടെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ഓരോരുത്തരുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യും. ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പോഡ്കാസ്റ്റ് രണ്ടും തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്യും. ഇത് നേരെ ഔട്ട് ഫോണിലാണ് റെക്കോർഡ് ചെയ്തിരുന്നത്. 3 ഇതുണ്ടെങ്കിൽ 3 ഫോണിൽ അത് വരുന്നതിന്റെ ഫ്രണ്ട്സ് അല്ലേ, അവരുടെ ഫോണിൽ തന്നെ റെക്കോർഡിങ് പോവാ. പിന്നെ സജീറിനെ മീറ്റ് ചെയ്തിട്ട് സജീർ പറഞ്ഞത് എന്താണ് സൗണ്ട് കാർഡില്ലേ, അത് ഭയങ്കര ഗെയിം ചേഞ്ചറാണ്. യെസ്. ഈ പ്രൊസസ്സർ എന്ന് പറയുന്ന സാധനം എന്താണ് ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് ഒരു ഹോം സ്റ്റുഡിയോ എങ്ങനെ പണിയാന്നുള്ള അന്വേഷിച്ച് പോയപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ റൂം എത്ര പെർഫെക്റ്റ് ആണ് എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് പ്രൊസസ്സറിലും മൈക്കിലൊക്കെ എത്ര വേണമെങ്കിലും കോംപ്രമൈസ് ചെയ്യാം. പക്ഷെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് അനുഭവിക്കുന്ന ആളാണ്. ഇപ്പോൾ നമ്മളുടെ പല പ്രേക്ഷകർക്കും അറിയുന്നുണ്ടാവില്ല നമ്മളെവിടെ വെച്ചാണ് വൈ ദ ഹെൽ നോട്ട് ഷാഹിം പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള പലർക്കും അറിയുന്നുണ്ടാവില്ല. ഷാഹിമിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്ന ഒരു സിമ്പിൾ റൂമാണ്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ ഒരു വലിയ സ്റ്റുഡിയോയോ കാര്യങ്ങളോ എക്സ്പെക്ട് ചെയ്ത് ഇവിടെ വരുന്ന ഗസ്റ്റിന് പോലും വരാൻ കഴിയില്ല. കാരണം ഒരുപാട് ആൾക്കാർ വന്നിട്ട് കണ്ണു വീഴ്ച നോക്കും, ഇത്ര സിമ്പിളായ സ്ഥലത്താണോ ഈ പരിപാടി എന്നുള്ളത്. കാരണം ഇതൊരു ബിൽഡിങ്ങിൻ്റെ 3rd ഫ്ലോറാണ്. ഇത് മലപ്പുറം നഗരത്തിലാണ് ഈ ഒരു ബിൽഡിങ് നിൽക്കുന്നത് അല്ലേ ഷാഹിമേ? അതെ. പക്ഷേ ഇതിൽ ഷാഹിമ് പ്രൊവൈഡ് ചെയ്ത എക്യുപ്മെൻസും അതിലുള്ള പെക്യുലാരിറ്റിയാണ് ഈ പോഡ്കാസ്റ്റിനെ നിങ്ങൾക്ക് വോക്കലി ക്ലിയർ ആക്കുന്നത്, വിഷ്വലി ക്ലിയർ ആക്കുന്നത് അല്ലേ. കാരണം ഷാഹിമ് ആദ്യം ഉപയോഗിച്ചിരുന്ന എന്താണ് എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒരു നമ്മളിവിടെ മുട്ടായി മിക്സർ എന്ന് പറയും, ഞങ്ങളെ മലപ്പുറത്തൊക്കെ മുട്ടായി മിക്സർ എന്നായിരുന്നു പറയാം. മുട്ടായി മിക്സർ പറഞ്ഞാൽ ഇത്ര സാധനമായിരിക്കും, അതിൽ നമുക്കൊരു 4 മൈക്ക കണക്ട് ചെയ്യുക, അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും. അതേപോലത്തെ ഒരു കാരണം ഞാൻ പറയാൻ കാരണം ആ മിക്സർ ഷാഹിം എനിക്ക് തന്നെയാണ്. എനിക്ക് ആരെങ്കിലും ഉപയോഗിച്ചു പറഞ്ഞിട്ട് ഷാഹിം എനിക്ക് തന്നെ ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല. അതെ, മുട്ടായി മിക്സർ. പിന്നെ എനിക്ക് തോന്നുന്നു സജീറാണ് അതിനുള്ളൊരു അഡ്വൈസ് നമുക്കല്ലേ വോക്കലി ഉള്ള നമുക്കൊരു സപ്പോർട്ടിനുള്ള അഡ്വൈസ് ചെയ്യുന്ന സജീറാണ്. സജീർ മൈക്ക് ഈ ക്യാമറയുടെ ബാക്കിലുണ്ട് കേട്ടോ, മറ്റേതായിക്കാണ് സജീർ വന്നിട്ട് റൂമിലെ ഇത് എന്താ വെച്ചാൽ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യമാണ്, അതായത് ഇതിന് കുറേ ഒരു സ്പേസ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഒരു ഫ്രെയിം കിട്ടിയാൽ മതി. നിങ്ങൾക്ക് ഒരു ഫ്രെയിം എവിടെയെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നൈസാണ്. ആ ഫ്രെയിമിൽ പിന്നെ വെളിച്ചമൊക്കെ ഇതൊക്കെ ഇവിടെ ഉള്ളൊക്കെ ബേസിക് സാധനങ്ങളാണ്, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബേസിക് ലൈറ്റ്സ് ആണ്. നിങ്ങൾക്ക് ബാക്കിലും ഇവിടെയൊക്കെ നമ്മള് പ്രൈമറി സ്റ്റേജാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പ്രൈമറി സ്റ്റേജിൽ ഷാഹിമിന്റെ കൂട്ടുകാരൻ നിന്നൊരു ക്യാമറയും ഒരു വൈഡ് വെക്കാനുള്ളൊരു ഫോണുമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ എപ്പോഴേക്കും ഷാഹിമിന് അപ്ഡേറ്റ് ചെയ്യണമെന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടാവുക. അത് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് പോകുമ്പോഴും നമുക്കിതിങ്ങനെ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഫീലാണ് അടുത്തിട്ട് ഉഷാറാക്കുക, ബെറ്റർ ആക്കണം, അടുത്തിട്ട് ഉഷാറാക്കുക എന്നുള്ള ആ ഒരു സാധനത്തിൽ ഇങ്ങനെ പോയി നമ്മൾ അതിപ്പോൾ ഇത് ഇവിടെ ഇരിക്കുമ്പോഴും ഒക്കെ ഉണ്ടാവുന്ന സാധനമാണ്. അങ്ങനെ ഇങ്ങനെ ഓരോന്ന് മാറി ഇടയ്ക്ക് നമുക്ക് തോന്നും ഇനി സൗണ്ട് മാറ്റണം. നമ്മളെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയും, അത് കുറച്ചും കൂടി ഉഷാറാക്കണം. അപ്പം നമ്മൾ ആദ്യം നമുക്ക് ഓക്കെ കമൻസിലുള്ള കാര്യങ്ങൾ അതിൽ ശ്രദ്ധിച്ചിരുന്നു ഷാഹിമ്. ഇതേപോലെ തന്നെ കൂട്ടുകാർ പറയുന്ന പോലെ തന്നെയാണല്ലോ, നമ്മളെ കൂട്ടുകാരാണല്ലോ ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ കൂട്ടുകാരാണ് കമൻ്റ് ഇടുന്നവർ, അല്ലെങ്കിൽ ഒരു സ്ഥിരം പ്രേക്ഷകരെന്ന് പറയുന്നവർ.
അവരുടെ കമൻറ്റുകൾ ഷായ്മ എത്രത്തോളം ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും? കമൻറ്റ് ഇതിലൊരു മെയിൻ ഫാക്ടർ അല്ലേ? ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുക അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് റൺ ചെയ്യുന്ന പറയുന്നത് കമൻറ്റ് ഒരു മെയിൻ ഫാക്ടർ അല്ലേ? കമൻറ്റ് മെയിൻ ഫാക്ടറാണ്. പക്ഷേ നമുക്ക് പൊതുവേ നമ്മളുടെ കണ്ടൻറ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ട് കമൻറ്റുകൾ കുറവ് കിട്ടണ കണ്ടൻസാണ് നമുക്ക് വരില്ല. അത്ര ഒരു തർക്ക രീതിക്കൊന്നും വരില്ല. അല്ലെങ്കിൽ നമ്മളെ തിരുത്താൻ പ്രാപ്തമായ വരലുണ്ട്. എന്താണ് ഇപ്പോൾ ഒരു നമ്മളത് തമിഴിൽ മലയാളം വെക്കാഞ്ഞിട്ട് മലയാളം എന്ന് അറിയണില്ല എന്നൊക്കെ. എനിക്ക് അതിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് കേട്ടോ ഷാഹിമ. അല്ല, അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ യോജിക്കുകയാണ്. പലപ്പോഴും ഷാഹിമിൻ്റെ വൈദഹലിനോട്ട് എന്ന് പറയുന്ന പോഡ്കാസ്റ്റിൽ വരുന്ന പല വീഡിയോസും കണ്ടംപററി ആണെങ്കിൽ പോലും ഭയങ്കര പ്രസക്തമായതാണ്. പലപ്പോഴും ഷാഹിമ അങ്ങനത്തെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഒന്നാണ് നടന്ന പോഡ്കാസ്റ്റ്, അതായത് ഗാസയിൽ ഒരു ഡോക്ടറായി പ്രവർത്തിച്ച ഒരാളുടെ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു. മേ ബി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് മലയാളികൾക്ക് തിരിച്ചറിയാവുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി ബോധ്യമാക്കാവുന്ന തമ്പനയിലാക്കിക്കൂടെ. ഒരു ലിറ്ററസി റേറ്റിൽ നമ്മൾ 100% ആണെങ്കിൽ പോലും നമ്മളെ സമൂഹത്തിന് മനസ്സിലാക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്തുകൂടെ എന്ന് എനിക്ക് തോന്നുന്നു. ഷാഹിമിനെ തോന്നിയിട്ടുണ്ടോ? അതാണ് ഏറ്റവും നല്ലത്. ശരിക്കും തമ്പനയിലൊക്കെ ഉണ്ടാക്കാൻ ശരിക്കും ഏത് കളർ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ തമ്പനയിലിനെ പറ്റി ശരിക്കും ഇതിലൊരു നമുക്ക് നമ്മളുടെ ടെക്നിക്കൽ ഈ സൈഡിലുള്ള ഡിസൈനേഴ്സ് ആണ് നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നത്. ടെക്നിക്കൽ അത് മാത്രമല്ല, അതിൽ അവരൊരു ശരിക്കും ഒരു ആർട്ടിസ്റ്റിക് ടച്ചിലാണ് ഒരു അത് ചെയ്യുന്നത്. ശരിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിറ്റ്സൊക്കെയാണ് നമ്മളുടെ എന്താണ് തമ്പനയിലിൽ പലപ്പോഴും പ്രവർത്തിക്കുന്നത്. നിറ്റ്സിന്റെ പല നിറ്റ്സ് ഇത്രയും അധികം തമ്പനയിലാണ്. ഒരു തമ്പനയിലോ 2 തമ്പനയിലല്ല അല്ലേ? തമ്പനയിൽ മാത്രമല്ല, ഇപ്പൊ ടച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതില് ഇതിപ്പോ ഇത്രയും എപ്പിസോഡ്സ് നമ്മൾ റൺ ചെയ്തല്ലേ, എല്ലാവരും പറഞ്ഞാലും ഇപ്പൊ ഇതിപ്പോ ഒരാളൊറ്റയ്ക്ക് അങ്ങനെയൊന്നല്ല. ഇത് ഫുള്ള് കുറേ ആൾക്കാർ ശരിക്കും അവര് ശരിയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് വെച്ചാൽ ഇപ്പൊ ഷാഹിമിന്റെ ഒരു യൂട്യൂബ് ചാനൽ എടുത്തിട്ട് ഞാൻ അതിന്റെ അടി തൊട്ട് മുകൾ വരെ തമ്പനയിൽ ഞാനിങ്ങനെ പാഞ്ഞു നോക്കുകയാണെങ്കിൽ ഇതിനൊരു സ്റ്റേജ് ഉണ്ട്. അതായത് ഒരു സ്റ്റേജിൽ ദിസ് കൈൻഡ് ഓഫ് തമ്പനയിൽസ്, നെക്സ്റ്റ് സ്റ്റേജിൽ ദാറ്റ് കൈൻഡ് ഓഫ് തമ്പനയിൽസ്, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ല, അപ്ഡേഷനിലും നമ്മളുടെ നിസ്സടക്കമുള്ള ആളുകളുടെ പങ്ക് വളരെ വലുതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിസ്സൊക്കെ കംപ്ലീറ്റ് അല്ലേ? ഓനൊക്കെ ലൈക്ക് അതിൽ മാത്രമല്ല എല്ലാത്തിലും ഓന് ഇപ്പോൾ ഫ്രെയിം വെക്കുമ്പോഴൊക്കെ ഈവൻ ടെക്നിക്കൽ സൈഡിൽ പോലും ലൈറ്റിങ്ങിൽ പോലും ഈ ഇരിക്കുന്ന ലൈറ്റിങ്ങിൽ പോലും അച്ഛൻ്റെ എന്താണ് കൈകൾ പതിഞ്ഞിട്ടുള്ളതാണ് സത്യം. കുറെ അത് അതിപ്പോ ആൾക്കാരുടെ പേരാണ് പറഞ്ഞപ്പോ ആരൊക്കെ പറയാ, അതെ, ഒരുപാട് പേരുകൾ പറയണ്ടാവും. ഒരു സൈഡ് എന്ന് പറഞ്ഞു തുടങ്ങേണ്ടി സത്യം പറഞ്ഞത്. ദിലീപ് എന്നാണ് തുടങ്ങുക. ദിലീപ് തുടങ്ങാ. എനിക്കൊരു സംശയം ചോദിച്ചാണ്. കാരണം കോഹോസ്റ്റിൽ ഷാഹിമിൻ്റെ ഒപ്പം എപ്പോഴും അല്ലെങ്കിൽ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ഷാഹിമിന് സപ്പോർട്ടായി നിന്നിരുന്നത് ദിലീപിൻ്റെ വൈഫാണെന്ന് എനിക്ക് തോന്നുന്നു. കോഹോസ്റ്റിങ്ങിൽ അതെ ആണ്. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം നിങ്ങളൊക്കെ ഇരുന്നിട്ടില്ലേ, എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് കുറെ. സത്യം പറഞ്ഞ ബേസിക്കലി ഞാൻ കളിയാക്കല്ലേ, കാരണം അവരായിട്ടും സംസാരിച്ചിരിക്കാനുള്ള രസമല്ലേ. ഇപ്പൊ എൻ്റെ ഒരു കാര്യം എന്താ വെച്ചാല്, എൻ്റെ ഏട്ടൻ്റെ കൂടെ പഠിച്ച 2 ആൾക്കാരെ അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റിലുള്ള 2 ആൾക്കാർ, ഏജ് ലിമിറ്റുള്ള 2 ആൾക്കാരാണ് ഷാഹിമും സജീറും അല്ലേ? ഇപ്പോൾ ആണ്. ഇപ്പോൾ ഷാഹിമാണെങ്കിലും സജീർ ആണെങ്കിലും എൻ്റെ ഏട്ടൻ സെയിം ഏജ് ആണ്. ഇപ്പോൾ ഷാഹിമിൻ്റെ മുന്നിലും ഇപ്പോൾ ഈ ക്രൂവിൽ വരുന്ന സമയത്ത് നമ്മൾ കാണുന്നവർ പലരും ഇതുപോലെ യങ്സ്റ്റേഴ്സാണ്. യങ്സ്റ്റേഴ്സ് മീൻസ് ഇപ്പോൾ ഷാഹിമിൻ്റെ ഒരു അനിയനാവാനോ അല്ലെങ്കിൽ ഏട്ടൻ്റെ മോനാവാനൊക്കെ ഉള്ള പ്രായമുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് കിഷോർ, ഇവരൊക്കെ വരുന്ന സമയത്ത് എന്താണ് വലിയൊരു ഏജ് ഡിഫറൻസ് ഷാഹിം തമ്മിലും ഷാഹിമിൻ്റെ ടെക്നീഷ്യന്മാർ തമ്മിലും ഉണ്ട്. ഇപ്പോൾ സജീർ ആണെങ്കിലും നിറ്റ്സ് ആണെങ്കിലും പിന്നെയും ഓക്കെ. ഇപ്പോൾ നിറ്റ്സും ഞാനൊക്കെ ഏകദേശം സമപ്രായക്കാരാണ്. അപ്പോൾ ഇവർ വരുമ്പോൾ കൂടുതൽ അപ്ഡേഷൻ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നാളെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഏറ്റവും പുതിയ ജനറേഷനിലുള്ള ടെക്നീഷ്യന്മാരെ സെലക്ട് ചെയ്യണോ അതോ കുറച്ച് മുന്നുള്ളവരുടെ
ക്രാഫ്റ്റിങ്ങിൽ വിശ്വസിക്കണോ അല്ലെങ്കിൽ അവരുടെ എന്താണ്? അത് ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ റീൽ ഉണ്ടാക്കലൊക്കെ എനിക്കിപ്പോഴും പഠിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുകയാണ്. പുതിയ പിള്ളേര് സെക്കൻഡിലുണ്ടാക്കും, ഓർക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ ഉണ്ട്. അതായത് ഇപ്പോൾ ഓൻ എന്നോട് ഇടയ്ക്ക് വന്നിട്ട് പറയും അതൊന്ന് റീലാക്കാന്ന് പറയുമ്പോൾ ഞാനത് ആക്കുമ്പോൾ അത് കാണാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണോ റീൽ ഉണ്ടാക്കാൻ? അല്ല, ഇതിനിടയ്ക്ക് നമ്മള് ഒരു ചെക്കൻ്റെ പേര് വന്നു കേട്ടോ. എടാ നമ്മളെ ബാദുവിന്റെ സെയിനുവിന്റെ ഒപ്പം ഹൈദരാബാദ് ചെക്കണ്ടതിലൂടെ ലബീബാണ് ഇവിടെ തുടക്കത്തില്. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ പോഡ്കാസ്റ്റിന്റെ തൊട്ട് കുറച്ച് സമയം മുന്നേ വരെ ഒരു സ്റ്റേജിൽ ഓരോരുത്തരും വന്നു പോകണം. അങ്ങനെ പറയുന്ന സമയത്ത് ഷാഹിമിന് ഏറ്റവും ഇപ്പൊ നമ്മളുടെ ഇപ്പൊ നിലനിൽക്കുന്ന ക്രൂ അല്ലാതെ അതിന്റെ മുമ്പ് അത് ഓരോ സമയവും ഓരോ ഫൈറ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ നമ്മളിപ്പോ ഇത്രയും കാലം പോയല്ലോ, അപ്പൊ വെറുതെ പോലല്ലോ, ഭയങ്കര ഇതുണ്ടാവല്ലോ. അത് എന്താണ് വട്ടാണോ എന്താ ആൾക്കാർ സംസാരിക്കണേ അടുത്തിട്ട് എത്താപ്പം അത് എന്നുള്ള ചോദ്യം വരുമല്ലോ. അപ്പോൾ നമുക്കിതിങ്ങനെ ഭയങ്കര ടയറിങ് ആണ് ചില സമയത്തൊക്കെ. എന്താ വെച്ചാൽ എന്താ പറയുക, നമ്മളിങ്ങനെ ഇടുകയാണ്, അപ്പോൾ ഇത് ഭയങ്കര ക്വസ്റ്റ്യനിങ് ആവും, ഭയങ്കര അറ്റാക്ക് വരും. അപ്പോൾ ഓരോ സമയത്തും ഓരോ ഫൈറ്റിലാണ് പോവുക. അപ്പോൾ അത് ഓരോരുത്തരുണ്ടാവുമ്പോൾ രസമാണ്. ഞാൻ ചോദിച്ചിട്ടാണോ പറഞ്ഞത്? അല്ല, മറ്റൊരു കാര്യം കൂടി ഷാഹിമിനോട് ചോദിക്കണം. ഇപ്പോൾ ഗാന്ധിൻ്റെ പുസ്തകങ്ങളിൽ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ? അതായത് ഗാന്ധി പറഞ്ഞുള്ളത് ഗാന്ധിയുടെ ലിറ്ററേച്ചർ ഉണ്ടല്ലോ, ഗാന്ധിയുടെ സാഹിത്യ പുസ്തകങ്ങളിൽ നിങ്ങൾ ഒരുപാടെണ്ണുണ്ടല്ലോ. അതിൽ ഞാൻ തുടക്കത്തിലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഗാന്ധി പറയാണ് നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ട് ഗാന്ധി തിരുത്തി പറയുന്നത്, ഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് അവസാനം ഞാൻ എന്താണോ പറഞ്ഞത്, ഞാൻ തുടക്കത്തിലുള്ള എൻ്റെ ഒരു സാഹിത്യ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായി ഞാൻ എന്നാണോ പറഞ്ഞത് ഏറ്റവും അവസാനം പറഞ്ഞത് നിങ്ങൾ എടുക്കുക, ആദ്യം പറഞ്ഞത് നിങ്ങൾ എടുക്കരുത്. കാരണം ഞാനെന്ന് പറയുന്ന വ്യക്തിയിലുണ്ടായ മാറ്റമാണ് ഇന്നും കൊണ്ട് പറയേണ്ടത്. ഇപ്പോൾ മൈത്രേനൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും എനിക്കും സജീറിനൊക്കെ അത്തരത്തിലുള്ള ആശയങ്ങൾ വന്നിട്ടുണ്ട്. കാരണം മൈത്രേയൻ ഓരോ ദിവസം കഴിയുന്തോറും അപ്ഡേറ്റഡ് ആവുന്നുണ്ടോ എന്നുള്ളൊരു തോന്നല്. കാരണം അദ്ദേഹം മുന്നേ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അറിവ് ശേഖരിച്ചിട്ടാണ് അടുത്ത തവണ സംസാരിക്കുന്നത്. അപ്പോൾ ഷാഹിമിന് ഇത്തരത്തിൽ എന്താണ് ഷാഹിമിൻ്റെ ഒരു അപ്ഡേഷൻ? ഷാഹിം മുൻപ് ചെയ്തതിൽ നിന്ന് പോഡ്കാസ്റ്റ് ചെയ്യുക. ഷാഹിം ഒരു എത്രാമത്തെ പ്രായത്തിലാണ് ഒരു പോഡ്കാസ്റ്റ് ചെയ്യുക എന്നുള്ള ആഗ്രഹിച്ചിട്ടുണ്ടാവുമെന്ന് ഷാഹിമിന് അറിയാലോ. അപ്പോൾ ആ ഒരു മാറ്റത്തിൽ ഷാഹിം തുടങ്ങിയിടത്ത് നിന്ന് ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതിനിടയ്ക്കുള്ള ഷാഹിമിൻ്റെ ഒരു സഞ്ചാരം ഉണ്ടല്ലോ. ഷാഹിമിന് ലാസ്റ്റ് ഈ കാണുന്ന പ്രേക്ഷകരോട് എന്താ ഈ കാര്യം ഷാഹിമ പറയാം? എന്താ ഈ കാര്യം ഷാഹിമിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് ഷാഹിം അംഗീകരിക്കുന്നതാണോ അതോ ഷാഹിം? ഞാൻ കുറെ ബ്ലണ്ടേഴ്സ് അടിച്ചിട്ടുണ്ട്, ഞാൻ ഇടയ്ക്കെങ്കിലും ആലോചിക്കും. അതെ, അത് നമ്മളാ മനുഷ്യന്മാരാണ്, സ്വാഭാവികമാണ്, യൂഷ്വലാണ്, സഹജം. അപ്പോൾ എന്താ പറയാ പക്ഷെ അതൊക്കെ ഇതിന്റെ ഉള്ളിലാണ്. ലൈക്ക് അങ്ങനെ കേൾക്കണവർക്ക് അതൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത് ധൈര്യത്തിലവിടെ വെച്ചിട്ടുള്ളത്. പക്ഷെ മനസ്സിലായി. പക്ഷെ അത് അതിൽ തന്നെ അങ്ങനെ കടന്നോട്ടെ, നമ്മളടിച്ച ബ്ലണ്ടർ തന്നെയാണത്. അത് എന്തിനാ കളയുന്നത്? ഫണ്ണായിട്ട് കടന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത്. അതിലത്ര തന്നെ ഉള്ളൂ. കാരണം ഇത് ഷാഹിമിൻ്റെ ചാനലാണ്, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് അല്ലേ? ഇപ്പം ഞാനിവിടെ വന്ന് അടിക്കുന്ന ബ്ലെൻഡേഴ്സിൻ്റെ റേഞ്ച് എന്താണെന്ന് എനിക്കറിയുള്ളൂ, അല്ലെങ്കിൽ ഇവന്മാർക്ക് അറിയുള്ളൂ അല്ലേ? പക്ഷെ ഇത് സമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ അപ്പോൾ ഷാഹിമിന് അതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഷാഹിമിൻ്റെ തുടർന്നുള്ള പോഡ്കാസ്റ്റിൽ ഷാഹിമ തിരുത്തിയിട്ടില്ലേ? തിരുത്തിയിട്ടുണ്ട് വെച്ചാൽ ചില ബ്ലണ്ടേഴ്സ് നൈസ് ക്വസ്റ്റ്യൻ തിരുത്താണ്ട്. ഒന്ന് ഞാൻ ഒരു ഇലക്ട്രിസിറ്റിനെ പറ്റി പറയുന്നുണ്ട് ഒരു 25ാമത്തെ പോഡ്കാസ്റ്റിലായിട്ട്. അതെന്താ വെച്ചാൽ ഞാൻ പറയുന്നത്, ഇവിടെ എന്താണ് ഇലക്ട്രിസിറ്റി കൂടുതൽ ഉണ്ടാക്കിയിട്ട് വിൽക്കുകയാണ്. അങ്ങനെ പോസിബിൾ അല്ല. അതങ്ങനെ എടുത്ത് ചെയ്യാണ്ട് വിൽക്കണമല്ല, ഉണ്ടാക്കണത് അപ്പം തന്നെ കൊടുക്കുന്ന ഒരു സാധനമാണ്. അതൊരു ബ്ലണ്ടറായിരുന്നു. പിന്നെ ഓസ്കാറിൻ്റെ ഒരു ബ്ലണ്ടർ ഉണ്ടായിരുന്നു. ഇല്ല, അതിലൊന്നും കുഴപ്പമില്ല. ഈ അറിവ് എന്ന് പറയുന്ന ഷാഹിമെ നമ്മളുടെ ആരാണെങ്കിലും അങ്ങനെയല്ലേ? നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവരാണോ? അല്ല, ആരും ദുനിയാവല്ലത് ഇതിങ്ങനെ തിരിയല്ലേ അല്ലേ? നമ്മൾ മനുഷ്യർ. അനക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അനക്ക് സമൂഹത്തിനോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഐ തിങ്ക് ഇത് നമ്മൾ എത്രാമത്തെ പോഡ്കാസ്റ്റാണ്? 70 കഴിഞ്ഞു, നമ്മൾ 75 കഴിഞ്ഞു, 77 കഴിഞ്ഞു.
എനിക്ക് ഇത് എത്രാമത്തെ ആയിരിക്കും? ഇതിപ്പോൾ 78ാമത്താണ്. 78ാമത്തെ ഒരു പോഡ്കാസ്റ്റാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ 78 പോഡ്കാസ്റ്റിനുള്ളിൽ ഷാഹിം എന്ന് പറയുന്നൊരു കുട്ടി, ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവി അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയണതിൽ ബാലിശമായ, എത്ര പ്രായമായാലും ബാലിശമായ അയാളുടെ ബാലിശമായിട്ടുള്ള മനുഷ്യന്മാരുടെ ചിന്തകളുണ്ടല്ലോ. നമ്മൾ എത്ര വയസ്സായി കഴിഞ്ഞാലും അല്ലേ, നമുക്ക് പ്രിയപ്പെട്ടത് എടുക്കപ്പെടുമ്പോഴോ നമുക്ക് പ്രിയപ്പെട്ടത് പറിച്ചെടുക്കപ്പെടുമ്പോഴോ ഒക്കെ ഉണ്ടാവുന്ന ഒരു കുട്ടിയുടെ മനസ്സ് പോലെ തന്നെ പെരുമാറുന്നവരാണ് പലപ്പോഴും നമ്മളൊക്കെ, അല്ലേ? അനക്ക് ഇന്നൊക്കെ നന്നായിട്ട് അറിയാം. അതെ, നമ്മളൊക്കെ കുട്ടികളാണ് അല്ലേ? നമ്മൾ പരസ്പരം നോക്കി കാണുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ പലരും ഈ സ്റ്റിൽ കുട്ടികളാണ്. അപ്പോൾ ഈ ഷാഹിം എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഒരു മെച്ചുവേർഡ് പേഴ്സൺ അല്ല. ഈ ഷാഹിം എന്ന് പറയുന്ന കുട്ടിക്ക് സമൂഹത്തോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഈ 77 പോഡ്കാസ്റ്റിനുള്ളിൽ എത്രത്തോളം ഷാഹിം സംസാരിച്ചിട്ടുണ്ടാവും? എനിക്ക് സംസാരിക്കാനുള്ളൂ. ഷാഹിമിന് ഈ സമൂഹത്തോട്, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള മാത്രമല്ല, ഷാഹിമിന് സമൂഹത്തിനോട് പറയാനുള്ളത് കുറച്ച്, അത് ഷാഹിമിന്റെ ഗസ്റ്റിലൂടെ ആണെങ്കിൽ പോലും റാൻഡിലാണ് ഞാൻ സംസാരിച്ചത്, കൂടുതലായിട്ട് സംസാരിച്ചു. ബാക്കിയുള്ളതിലൊക്കെ അയാളെ ടൈമല്ലേ, അയാൾ പറയാനുള്ളത് കേൾക്കുക എന്നുള്ളത് തന്നെയാണ് പ്രയോറിറ്റി. അങ്ങനെ വരില്ല, കാരണം എന്താ വെച്ചാൽ അത്രയും ഇത് പിടിച്ചു. സോ ഷാഹിമിന് ഇനിയും ഈ സമൂഹത്തോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ബാക്കിയുണ്ട് എന്നാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? എനിക്ക് ഷാഹിമ, ഞാൻ പിന്നെ പറഞ്ഞു, ഞാൻ മെച്യൂർ പേഴ്സണെ കുറിച്ചല്ല ചോദിക്കുന്നത്. ഒരു കുട്ടി, ഈ സമൂഹത്തിലെ ഷാഹിമ ജീവിച്ചു വളർന്ന സാഹചര്യം, അതിൻ്റെ ചുറ്റുപാടുകൾ, അതിനുശേഷം ക്യാമ്പസ് കാലഘട്ടം, അതിനുശേഷം ജോലി ചെയ്ത ചുറ്റുവട്ടം, അത് കഴിഞ്ഞ് ഷാഹിമ ഒരു പോഡ്കാസ്റ്റിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഇത്രയും ഒരു കാലത്തിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ ഇന്നലെ നാം കൊണ്ട മഴയുടെ, വെയിലിൻ്റെ, മഞ്ഞിൻ്റെ ഉത്തരമാണ് നമ്മളുടെ തൊലി എന്ന് പറയുന്ന പോലെ, ഇന്നലെ ഷാഹിം അനുഭവിച്ച വേദനകളുടെ, സ്നേഹത്തിൻ്റെ, അല്ലേ, ദേഷ്യത്തിൻ്റെ, ഇതിൻ്റെ എല്ലാം ഉത്തരമാണല്ലോ ഷാഹിം എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അത്തരത്തിലൊരു വ്യക്തി ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷാഹിമിന് ഈ സൊസൈറ്റിയോട് പറയാനുള്ളതിൻ്റെ എത്ര ശതമാനം ഷാഹിമിന് കൺവേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ ഇനി എത്ര എപ്പിസോഡ് വേണ്ടി വരും ഷാഹിമിന് സമൂഹത്തോട് അയാളുടെ വ്യക്തിത്വത്തിനെ തുറന്ന് സമ്മതിക്കാൻ? എന്താ, എനിക്കങ്ങനെ, ഞാൻ എപ്പോഴും റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ചോദിച്ചാൽ സത്യം പറയാന്നുള്ളടത്ത് നിൽക്കുകയാണ്. ചോദ്യത്തിന്റെ അല്ലത്, എനിക്കിപ്പോ സൊസൈറ്റിയോട് എന്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഷാഹിമിന്റെ ആൾവേസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഷാഹിമിന്റെ മുന്നിൽ വരുന്ന മെജോറിറ്റി ഗസ്റ്റുകളോട് ഷാഹിമിന് ഇപ്പോഴത്തെ യൂത്തിനോട് എന്താണ് പറയാനുള്ളത് എന്ന് ഷാഹിമ ആൾവേസ് ചോദിക്കാറുണ്ട്. അപ്പോൾ യൂത്തിൻ്റെ ഉള്ളിലുള്ള വേദനകളിതും ഷാഹിമിനെ ചിന്തിപ്പിക്കലുണ്ടോ? അല്ലെങ്കിൽ ഇത് നമുക്കൊക്കെ കുറച്ച് മുന്നേ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിട്ടും കാര്യമില്ല എന്നുള്ളത് തോന്നുന്നത്. കാരണം നമ്മൾ ലൈഫിൽ ഇങ്ങനെ അതാവുമ്പോൾ, ലൈഫിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഫുള്ളി നമ്മളെ ഫോക്കസ് ചെയ്ത് നിൽക്കല്ലേ. അപ്പോൾ ആൾക്കാർ ഇപ്പം നല്ലതിന് പറഞ്ഞു തരുമ്പോഴും നമ്മൾ അതൊന്നല്ല നമ്മൾ ചിന്തിക്കുന്നതിന് ശരി എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നത്. പക്ഷേ മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കയാണോ? മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കല്ല. ആൾക്കാർ നമ്മളോട് ഇഷ്ടമുള്ള ആൾക്കാർ നമ്മളോട് പറയുന്നുണ്ടാവും, ശ്രദ്ധിക്ക് എന്ന് പറയുന്നുണ്ടാവും. അവർ നമ്മളെ എന്താ പറയുക, നമ്മളോടൊരു ഇഷ്ടമാണ് അവർക്ക്, മനസ്സിലായെങ്കിൽ. ഓക്കെ, നമ്മളോടുള്ള ഇഷ്ടം, ഹലോ, സീരിയസ് ആയിട്ട് കാര്യം പറയണം പന്നിജി ഷാഹിം പറ. അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ പറയുന്നത്. നമ്മൾ നല്ല രീതിക്ക് എത്താനുള്ള അവരുടെ രീതിക്കുള്ള ഒരു നല്ല രീതിയൊക്കെ ആയിരിക്കും. എനിക്ക് കോളേജ് പഠിക്കുമ്പോഴേ എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു, കൊയവി എന്നവൻ്റെ പേര്, കൊയവി. അവനെ വിളിക്കണ പേരാണ് കൊയവി. അവനെ വിളിപ്പേരാണ് കോളേജിലെ കൊയവി. എന്താണ്, ഇവൻ പൊന്നാനിക്കാരനായിരുന്നു. ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെല്ലാവരും സ്നേഹിത എന്നാണ് വിളിക്കുക. ക്ലാസ്സിൽ എൻ്റെ പൊന്ന് സ്നേഹിത അത് വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മൂന്ന് അല്ലേ. അപ്പോൾ സൗഹൃദം, സ്നേഹം എന്നൊക്കെ പറയുന്ന ഒരു വേറെ ഫേസിൽ വരുന്നതാണ് അല്ലേ. ഷാഹിമിന് എത്രത്തോളം ഈ പോഡ്കാസ്റ്റിൽ സൗഹൃദങ്ങൾ, ഇപ്പം നാളെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുന്നവർ ഇതേ രീതിയിൽ തന്നെ തുടങ്ങണമെന്നില്ല. പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വൈ ദ ഹെൽ നോട്ട് എന്ന് പറയുന്ന പോഡ്കാസ്റ്റിനെ കുറിച്ചാണ്.
ഇപ്പം ഞാനിതിങ്ങനെ എന്താണ് ചോദിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവനോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ തവളുള്ളതാണ്. ഇത് എത്ര ആൾക്കാർ ഇതേമാതിരി എന്നിട്ട് ഇവനായിട്ടൊരു സംഭാഷണം ഉണ്ടാക്കുമെന്നുള്ളത് അല്ലേ ഷായ്മ, സംശയമല്ലേ? ഞാൻ ചോദിക്കുന്നത് ഈ ജോക്കിയാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരത്തിൽ ഈ പോഡ്കാസ്റ്റിൽ ഇതുപോലെ പോഡ്കാസ്റ്റ് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൽ ഷാഹിമിനോടാണ് കൂടുതൽ ചോദ്യങ്ങൾ. അവൻ്റെ കൂട്ടുകാരാണ്, എനിക്ക് ചോദിക്കാം, എനിക്ക് അവനോട് ചോദിക്കാം, ഞാൻ ചോദിക്കും അല്ലേ. പിന്നെ അല്ല, ഞങ്ങൾ ഒരു കാര്യം സംസാരിക്കാണ്ടെന്നുള്ള ധാരണയിൽ തന്നെയാണ് ഞങ്ങളിവിടെ ഇരുന്നത് അല്ലേ. അല്ലെ, ഒരു പോഡ്കാസ്റ്റ് അല്ലേ, ഒരു പോഡ്കാസ്റ്റാണ് ചെറിയ പരിപാടിയല്ല അല്ല, സമൂഹത്തിനോട് സംവാദിക്കുന്നതാണ്. സമൂഹത്തിൻ്റെ വിഷയങ്ങളും സമൂഹമാണ് അതിലുള്ളത്. അതിൽ 4 പേരാണെങ്കിലും ദിസ് വേൾഡ് റൂം ഫോർ എവരി വൺ. അതിൽ മുറിയുള്ള ഏതെങ്കിലും ഒരുത്തം വർത്താനം പറഞ്ഞാലും അത് കേൾക്കേണ്ട കടമ ആ മുറിയുള്ള ബാക്കി എല്ലാവർക്കും ഉണ്ട്. ഇതിലെ ഫ്ലാഷൊക്കെ അടിക്കണ്ട ഈ റെക്കോർഡിങ് കേൾക്ക്, ഫ്ലാഷൊക്കെ അടിക്കണ വാട്ടർ ഈശായ്മ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാലേ, അപ്പോൾ ഈ സ്നേഹിതന്മാർ ഷായ്മിന് വേറുള്ളവർ എങ്ങനെ ചെയ്യട്ടെ. കാരണം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് പ്രൊഫഷണൽ പോഡ്കാസ്റ്റിംഗ് ചെയ്യണവരുണ്ട്. ഇപ്പോൾ ഷായ്മിനെ പോലെയല്ല, ഇത് കച്ചവടമാണ്, ഇതുമ്പോൾ 10 രൂപ ഉണ്ടാക്കാന്നൊക്കെ കരുതിയിട്ട് ഇറങ്ങിക്കാണ്ട് ഒരു 3-4 ക്യാമറയും അത് നോക്കാനുള്ള ടെക്നിക്കൽ സൈഡിലുള്ള വേറെ ആൾക്കാരും ഇതൊക്കെ വെച്ചിട്ട്, പക്ഷെ ഒരു സൗഹൃദത്തിൽ നിന്നുണ്ടാവുന്ന നമുക്ക് സംസാരിക്കടാ, നമ്മളെല്ലാവരും കൂടെ കൂടി നിൽക്കാനാണ് ആ പരിപാടിക്കൊരു മാറ്റമുണ്ട് അല്ലേ. അപ്പോൾ എത്രത്തോളം ഷായിമിനെ ഇത്തരം സൗഹൃദങ്ങൾ സഹായിച്ചു? സൗഹൃദങ്ങൾ എങ്ങനെ പറയാ, അത് ശരിയാകൂടുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ നമ്മുടെ ക്യാമറയുടെ എന്തൊരു സുനാപ്പി കംപ്ലൈൻ്റ് ആണ്. ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുകയാണ്. ഇരുട്ടത്താണെങ്കിലും ക്യാമറ പോയി ക്യാമറ വന്നു, ഷാഹിമ് വന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ പോയ ക്യാമറ തിരിച്ചു വന്നിരിക്കുകയാണ്. വെള്ളം അതിനെ ഇഷ്ടം. അല്ല, എന്താണ് ചോദ്യം തീർന്നു? സുഹൃത്തുക്കൾ എത്രത്തോളം? സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ദിലീപ് അറിയപ്പോഴും എന്താ പറയുക, ദിലീപ് എവിടെയാണ് ഒപ്പം പഠിച്ച? അല്ല, ഞങ്ങൾ ഇങ്ങനെ ഒരേ സഭയിൽ ഉണ്ടായിട്ട് ഇങ്ങനെ ഉണ്ടായതാണ്. അങ്ങനെ ഒരു കണക്റ്റഡ് ആയ ഒരു മെമ്പറാണ്. ഓ വാവ്. അപ്പോൾ ഓനെപ്പോഴും പറയും ഏറ്റവും നല്ല ബന്ധം സൗഹൃദമാണെന്ന് പറയും. ഒരാളെ ഏറ്റവും നമുക്ക് വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബന്ധം സൗഹൃദമാണ്. കാരണം ബാക്കി ഇപ്പോൾ ഭാര്യ ഭർത്താവ് എന്നൊക്കെ എന്താണെങ്കിലും എല്ലാത്തിലൊരു പവറിൻ്റെ, അല്ലെങ്കിൽ ഇപ്പം മാതാവ് പിതാവ് അച്ഛൻ അമ്മ ഉമ്മ ഉപ്പ എന്നൊക്കെ പറയണ സാധനമൊക്കെ, അതിലൊക്കെ ഒരു വേറെ ഒരു മറ വരുന്നുണ്ടല്ലോ സൗഹൃദത്തിൽ. പിന്നെ അതൊന്നും ഇല്ലല്ലോ. സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനുള്ള സ്വാതന്ത്ര്യം വേണം അല്ലേ. അപ്പോൾ എന്താണ് ഈ പറയുന്ന ദിലീപ് അടക്കമുള്ള ഒരുപാട് ബ്രദേഴ്സിൻ്റെ എഫേർട്ട് നമ്മുടെ വൈദഹൽ നോട്ടിൻ്റെ പിന്നിലുണ്ട്. കുറേ ആൾക്കാർ, എനിക്ക് തോന്നുന്നു തുടക്കത്തിലൊക്കെ റാൻഡം ആയിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അല്ല റാൻഡം റാൻഡ് പറഞ്ഞാൽ അത് അങ്ങനെ ഫോക്കസ് ചെയ്യാന്നുള്ളതൊന്നുമില്ല, അത് സംഭവിച്ചു പോകുന്നതാണ്. അത് നമുക്കൊന്നും ചെയ്യല്ലേ. എന്നിട്ട് പണ്ടൊക്കെ നമുക്ക് എപ്പോഴും കൂടാൻ പറ്റിയിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ. ഇപ്പം എല്ലാവരും ഇപ്പോൾ ലൈഫിൽ ഭയങ്കര ബിസിയാണ്. അപ്പോൾ വല്ലപ്പോഴും റാൻഡമായിട്ട് കിട്ടുന്ന സംഭാഷണങ്ങളാണ്. അപ്പോൾ എപ്പോഴും ക്യാമറ വെച്ചാൽ എപ്പോഴും സംസാരം കേൾക്കാം ഇവിടെ എല്ലാവരും. അപ്പോൾ ഒരു സൗഹൃദ സദസ്സിലാണ് ഏറ്റവും കൂടുതൽ ശരിക്കും പോഡ്കാസ്റ്റിൻ്റെ സാധ്യത. പോഡ്കാസ്റ്റ് ശരിക്കും എനിക്ക് ഇതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ ആ ഒരു അങ്ങനത്തെ ഒരു ബന്ധത്തിൽ ഹോസ്റ്റ് ചെയ്യാണ് നമ്മൾ ബേസിക്കലി ഇതിൽ ചെയ്യുന്നത്. പറഞ്ഞാൽ നമ്മളൊരു ഗസ്റ്റ് അല്ല, ഒരു ഫ്രണ്ടിനെ ഹോസ്റ്റ് ചെയ്യാണ്. അങ്ങനെ വേണം പറയാൻ, എനിക്ക് അങ്ങനെ തോന്നണം. അപ്പോൾ ഞാൻ ഇവിടെ വന്ന ആൾക്കാരൊക്കെ നമുക്ക് ഗസ്റ്റുകളല്ലായിരുന്നു, നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സായിട്ട് തന്നെയാണ്. ഷൈം, ഇതേപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള അംശം എന്താണ്, വിവരം വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ഇത് പോഡ്കാസ്റ്റിൽ ഒരു ഘടകമാണോ? അതായത് എനിക്കിത്ര അറിവുണ്ടായിരിക്കണം ഇയാളോട് സംസാരിക്കാൻ,
എനിക്ക് ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു വിദ്യാഭ്യാസം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും ഒരു വൻ ലെവലിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ച് ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റൊക്കെ എടുത്തിട്ട് ഭയങ്കര സ്കിൽഫുള്ളായിട്ടുള്ള ഭയങ്കര അറിവുള്ള ഒരു ഇല്ലാത്ത വ്യക്തിയുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ അയാളുടെ ചോദ്യങ്ങൾക്ക് ഷായ്മെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുകയാണെങ്കിൽ, നാളെ തുടങ്ങുകയാണെങ്കിൽ ഓൻ്റെ മുന്നിൽ വന്നിരിക്കണ ഒരാൾ ഭയങ്കര സംഭവമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മേ ബി ഒരു നാസയിലെ ഒരു ഇന്ത്യൻ സയൻറ്റിസ്റ്റ് വന്ന് മുന്നിലിരിക്കുമ്പോൾ അവന് വിദ്യാഭ്യാസക്കുറവുണ്ടെങ്കിൽ അത് ഒരു വിഷയമാണോ, അഥവാ അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടതായിട്ടുള്ള രീതിയിൽ തന്നെയല്ലേ പരിപാടി ഓടുന്നത്? എന്താണ് എൻ്റെ ഒരു കാഴ്ച? അത് ചോദിക്കുന്ന ചോദ്യം പോലെയാണ് ഇതിൻ്റെ ഇത് ഫുള്ള് കിടക്കുന്നത്. മനസ്സിലായി എനിക്ക്. ഇപ്പോൾ അയാൾക്ക് ഇപ്പോൾ നല്ലൊരു ചോദ്യം, ഇപ്പോൾ നമുക്ക് ലിസൺ ചെയ്യാനാണെങ്കിൽ താല്പര്യമാണെങ്കിൽ നല്ല ചോദ്യം, നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ് ചോദിക്കുന്നെങ്കിൽ അതിൻ്റെ ഉത്തരം കേൾക്കാൻ നമുക്ക് രസകരം ലിസൺ ചെയ്യാം. ഇത് ഇപ്പോൾ സജീർ പറഞ്ഞതെന്ന് വെച്ചാൽ എഫക്റ്റീവാണ്. അതെ, പക്ഷെ പ്രിപ്പയർ ചെയ്യാൻ ഇപ്പൊ നമ്മള് ഷാഹിമിന്റെ പോഡ്കാസ്റ്റിലാണ് പറയുന്നത്, നമ്മളെ വൈദഹലിനോട്ടിന്റെ കാര്യമാണ്. അങ്ങനെ ഒരാൾ കമന്റ് ചെയ്തായിട്ട് ഇപ്പൊ ഷാഹിമിനോട് ഞങ്ങൾ സംസാരിച്ചില്ല, പക്ഷെ ഞാനും സജീവും തമ്മിലുള്ള ഡിസ്കഷൻ്റെ ഇടയിൽ അത് നമ്മൾ പറഞ്ഞല്ലേ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ എന്താണ് ഇങ്ങനത്തെ ഒരു 2 കമന്റ് അതിൻ്റെ ഇടയിൽ വന്ന സമയത്ത് നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. പ്രേക്ഷകനോടാട്ടോ പറയണേ, എന്താണ് പ്രിപ്പയർ ചെയ്യാതെ എന്താണ് ഞങ്ങൾ കണ്ടതിൽ ഇപ്പോൾ ഇങ്ങോട്ട് സിൻസിയറായിട്ട് പറയാം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഷാഹിമിൻ്റെ ഒരു അടുത്ത കൂട്ടുകാരൻ എന്നുള്ളതിൽ ഞാൻ പറയണത്, ഷാഹിം എന്നോട് സംസാരിച്ചതിന് ശേഷം ഒരു ഗസ്റ്റിനോട് സംസാരിച്ചതിന് ശേഷം ആദ്യമായിട്ട് എന്നോട് ഒരാളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഷാഹിമിൻ്റെ അടുത്ത് നിന്ന്, ഞങ്ങൾ കുറഞ്ഞ കാലത്ത് സൗഹൃദമുള്ളൂ, പക്ഷേ അയാൾ ഇതിന് മുമ്പ് ആരോടും സംസാരിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം അയാൾ എന്നോട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ സംസാരിക്കുന്നത് കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ചോദ്യം ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ മൈത്രേനെ പോലും പല സമയത്ത് വിമർശിക്കുകയും നിങ്ങൾ ഈ കാണുന്ന മൈത്രേൻ്റെ പോഡ്കാസ്റ്റിൽ ഇവിടുന്ന് കച്ചറ ഞാനും മൈത്രയും തമ്മിൽ നിങ്ങൾ ചിന്തിക്കാത്ത കച്ചറ ഇവിടെ നടന്നല്ലേ, പോളേട്ടനെ അതിൻ്റെ ഇടയിൽ ഇടപെടുക. പിന്നെ പോളേട്ടനോടാണെങ്കിൽ പോലും അവസാന ദിവസങ്ങളിൽ പോലും അത്രയും രൂക്ഷമായി സംസാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ മൈത്രേയ എന്ന് പറയുന്ന വ്യക്തിൻ്റെ പ്രത്യേകത വെച്ചാൽ അയാൾക്ക് നല്ല അറിവുണ്ട്, അത് നമുക്ക് ഒരിക്കലും തിരസ്കരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് പരിപാടി വെച്ചാണ്ട് അയാളെ എതിർത്തോളി, അതിൽ കാര്യമില്ല, പക്ഷേ അയാൾക്ക് നല്ല അറിവുണ്ട്, അത് നമുക്ക് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അയാളുടെ അറിവിന് മുന്നിൽ എന്തെങ്കിലും തോന്നി ചോദ്യം ചോദിക്കാനാണെങ്കിൽ ഇപ്പോൾ ആർക്കും പറ്റും, പക്ഷെ കൃത്യമായി ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇറ്റ്സ് നോട്ട് ഈസി എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയ വാദം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷാഹിമിനോട് ഈ ഒരു കമൻറ്റ് വന്നിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഷാഹിമിനോട് പോയി ഞങ്ങൾ പറഞ്ഞില്ല ഒട്ടും പ്രിപ്പയർ വന്നിരിക്കുന്ന ഒരുത്തെന്നുള്ളത്. കാരണം ഓനോട് പറയുന്നത് ഞങ്ങൾ എന്തിനാ പറയണം, കാരണം നമുക്ക് സ്വയം ചിന്തിച്ചാൽ മനസ്സിലായിക്കൂടെ ഇജ്ജാതൊരു ഐറ്റത്തിനായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ, അത് നിങ്ങൾ ചിന്തിക്കുക, അത്രയും കയ്യിൽ പറയുള്ളൂ. അത് ഇപ്പോൾ എന്താ പറയുക, അപ്പോൾ കമൻറ്റിന് നമ്മൾ ശ്രദ്ധ കൊടുക്കുക അറിയുമ്പോഴേ, കമൻറ്റിന് നമ്മൾ നല്ലതൊക്കെ കണ്ടിട്ട് നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ അതിലെ മോശം നമ്മൾ അങ്ങനെ തന്നെ എടുക്കണം എന്നാണ്. നമ്മളതിൽ നല്ലത് മാത്രം എടുത്തിട്ട് മോശം, നല്ലത് നല്ല രീതിക്ക് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ മോശം നമുക്ക് കൊള്ളും. അപ്പോൾ അതിന് എന്താണ് കമൻറ്റുകൾ എപ്പോഴും നല്ലതാണെന്ന് വെച്ചാൽ ഇൻട്രാക്ഷൻ ഞാൻ കുറവാണ്, ഓഡിയൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷന്. കാരണം അതിൽ അവർ ഇൻട്രാക്ട് ചെയ്യട്ടെ, നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ പിന്നെ അവരുടെ ഇടയിൽ ഇൻട്രാക്ഷൻ വരികയാണെങ്കിൽ വരട്ടെ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അല്ലാതെ അതിന് ഞാൻ അല്ലാതെ
ഇത് കൊടുക്കുന്നില്ല. അല്ല, അവർക്ക് പബ്ലിക്കായിട്ട് തന്നെ നിലപാടുകളും അവരുടെ അഭിപ്രായങ്ങളും പറയാനുള്ള കമന്റ് ബോക്സ് നമ്മൾ ഫ്രീ ആക്കിയിട്ടുണ്ട് ഓൾവേസ്, അല്ലേ? നന്നാണ്, ഒരു എന്തും എഴുതാന്നുള്ള, എന്ത് എഴുതാം, അവർക്ക് പറയാനുള്ള അവിടെ പറയാം. അതിൽ നമുക്ക് അക്സെപ്റ്റബിൾ ആയത് നമ്മൾ എടുക്കും, അല്ലേ? ഇപ്പോൾ ഇത് ഷാഹിമ് പറയുന്ന സമയത്ത് എനിക്ക് മറ്റൊരു കാര്യം തോന്നി, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഷാഹിമിൻ്റെ പോഡ്കാസ്റ്റിൽ ഒരു ആവറേജ് വ്യൂ എന്ന് പറയുന്നത് എത്ര കുറവാണെങ്കിലും എത്ര കൂടുതലാണെങ്കിലും എനിക്ക് പലപ്പോഴും ഒരു ഒരു പ്രത്യേക കൾട്ട് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓഡിയൻസ്, അല്ലെങ്കിൽ ഷാഹിമിൻ്റേതായിട്ടുള്ള ഒരു ഓഡിയൻസ് ഷാഹിമിനുണ്ട്, ഇല്ലേ? അത് അങ്ങനെയൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ലേ? കാരണം എൻ്റെ നിരന്തരമായിട്ട് എൻ്റെ സൗഹൃദ ബന്ധങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് എത്ര സർക്കിൾ വരച്ചാലും എൻ്റെ നിരന്തരമായിട്ട് വാച്ച് ചെയ്യുന്ന ഓഡിയൻസിനെ എണ്ണം വെച്ചിട്ട് ഷാഹിമിന് സ്വാഭാവികമായിട്ടും ഷാഹിമ് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പ്രത്യേകമായിട്ട് ഒരു സൊസൈറ്റി ഷാഹിമിന് കീഴിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? അങ്ങനെ ക്രിയേറ്റ് അങ്ങനെ ഒരു കൾട്ട് രൂപപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇടങ്ങാറാണ്. കാരണം അത് അങ്ങനെയൊന്നും വേണ്ട. പക്ഷേ അത് എന്താണ്, കുറേ ആൾക്കാർക്ക് ഇപ്പം ഇതിലെന്താ വെച്ചാൽ ഈ കോൺവെർസേഷൻസ് ഇവിടെ വന്നിട്ട് നടക്കുന്ന കോൺവെർസേഷൻസ് ഒക്കെ കണ്ടിട്ടില്ലേ? എന്തും നമ്മൾ സംസാരിക്കുമല്ലോ, എന്തിനെ പറ്റിയും ഇവിടെ സംസാരം പോകും. അപ്പോൾ ഇങ്ങനത്തെ സംസാരം നടക്കാത്ത കുറേ ആൾക്കാർ ജോലിയും ഇതൊക്കെ ആയിട്ട് ഇപ്പം സൗദിയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്. അപ്പം അങ്ങോട്ടേക്കുള്ള അവിടെ ഒരു മനസ്സിലാക്കി ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരാൾക്ക് ഒരു കോൺവെർസേഷൻ്റെ ഭാഗമായി മാറാനുള്ള ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ റാൻഡം ബ്രാൻഡിന് കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെ കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റാൻഡം ബ്രാൻഡ് മനസ്സിലാക്കി അതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോഡ്കാസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു ഭാഗം ഉണ്ടായില്ല, സ്പോർട്സ്. ഇപ്പോൾ ഈവൻ നമ്മളുടെ ചാനലിൻ്റെ ടോട്ടൽ പ്രിവ്യൂ എടുത്തു നോക്കുകയാണെങ്കിൽ പോലും, റിവ്യൂ ചെയ്യുകയാണെങ്കിൽ പോലും ഒരു ആവറേജ് വ്യൂസിൽ നിൽക്കുന്നതാണ് നമ്മുടെ സ്പോർട്സിൻ്റെ നമ്മളുടെ വീഡിയോസ്. ബട്ട് സ്റ്റിൽ ഷാഹിമ് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, അതിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കും? സ്പോർട്സ് എന്താ വെച്ചാൽ നമ്മൾ ഒന്നാമത് എത്ര 10-20 കൊല്ലമായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ കോൺവെർസേഷൻ്റെ ഇടയിൽ വരുന്നതാണത്. അത് പിന്നെ എന്താ വെച്ചാൽ ഇതല്ല, അത് ഇപ്പോൾ വേൾഡ് കപ്പ് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് രസമാക്കിയിട്ട് സംസാരിക്കാമല്ലോ, ആ ഒരു സ്പേസ് അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതങ്ങനെ ഒരു ഇതായിട്ട് കൊണ്ടുപോവാണ്, രസമല്ലേ? സ്പോർട്സിനെ പറ്റി സംസാരിക്കുക പറഞ്ഞപ്പോൾ അർജന്റീന വേൾഡ് കപ്പ് അടിച്ചേക്കുന്നത് എന്തായിരുന്നു, വിപ്ലവം സംഭവിച്ചിരിക്കുന്നു. എന്തോ എത്രമാതിരി ആൾക്കാരായിരുന്നു സന്തോഷത്തിലായിരുന്നേ. അല്ല, മെസ്സി ഒരു പുതിയ ചെഗുവേര ആയിരിക്കുന്നു എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അർജന്റീനയുടെ തെരുവിൽ നിന്നും മറ്റൊരു ലോകനായകൻ ഉദിച്ചുയർന്നു. ലോകത്ത് എത്ര ആൾക്കാർ സന്തോഷിച്ചു അന്ന്. ഇവിടെ മലപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് ആകെ അതും ആദ്യ കളിയിൽ സൗദിയുമായി പരാജയം ഏറ്റുവാങ്ങിയ അർജന്റീന. എനിക്ക് തോന്നുന്നു ഇന്ത്യ ജീവിതത്തിൽ ആദ്യമായി വേൾഡ് കപ്പ് ചരിത്രത്തിൽ സൗദീൻ്റെ പതാകയും സൗദീൻ്റെ ഫ്ലെക്സുകളും മലബാറിൽ അടിച്ച ഈ ഏക വേൾഡ് കപ്പ്. കൊടികൾ മുന്നേ വന്നിട്ടുണ്ട് ഉണ്ടല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഉണ്ട ചോറിന് നന്ദി വേണം സൗദിന്റെ കൊടികൾ പണ്ട് വന്നിട്ടുണ്ട്. അല്ല, എനിക്കത് ഓർമ്മയില്ല കേട്ടോ, ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്പോർട്സിൽ ആരൊക്കെയാണ് ഹോസ്റ്റ് ഇതോ ചെയ്യുന്നത്? പ്രേമന് AT പിന്നെ നിഖിൽ വരും. ഇവരൊക്കെ കട്ട ഫോളോവേഴ്സാണ് ബാർസലോണന്റെ. ഭയങ്കര എങ്ങനെയാണ് ഓരുടെ ഒരു എൻട്രി ചാനലിലേക്കുള്ള? ഞങ്ങളിത് ഇവിടെ സ്ഥിരം സംസാരിക്കുന്നതാണ്. സ്പോർട്സ് എന്ന് പറഞ്ഞാല് നമുക്കിടയിൽ ഇത് എപ്പോഴും ആ ഒരു സ്ഥിരം ചർച്ചയാണ്, സ്വാഭാവിക ചർച്ചയാണ്. അതിനെ നമ്മൾ പോഡ്കാസ്റ്റ് ഒന്നും ഇതാക്കി. പക്ഷെ ഇപ്പോഴും നമ്മൾ പുറത്ത് ചർച്ച ചെയ്യണ അത്ര ഇതിലിപ്പോഴും പോഡ്കാസ്റ്റിൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല. അത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയാലേ വരുള്ളൂ എന്നാണ് തോന്നുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് സംസാരിക്കണം തോന്നിയൊരു മെമ്പറാണ് റജിൽ രാജ്. റജിൽ രാജ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട് ഈ പോഡ്കാസ്റ്റിൽ വലിയ, അല്ലേ? ഈവൻ നമ്മളെ ഗ്രേഡിങ് പോലും. അതെ. മൂപ്പര് വളരെ പെട്ടെന്ന് ചെയ്യുന്നതാണ്. ഇപ്പോഴും
ടെക്നിക്കൽ വശത്തിലിപ്പോൾ എന്താണ് പ്രീമിയർ പ്രോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിൽ എന്താണ് ഭയങ്കര സുഖമാണ്. ജസ്റ്റ് എന്താണ് ഭയങ്കര സുഖമാണ്. ഇതിൽ ഈ ഓഡിയോ എടുത്തിട്ടാണ് ഇതിൻ്റെ പണി. ഓഡിയോ ഒരൊറ്റ ഫയലാക്കിയിട്ട് എടുക്കണം, പിന്നെ ഇത് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് എടുക്കുന്ന വീഡിയോ കൂടി. ഇല്ല, ആ ഘട്ടത്തിലേക്ക് നമുക്ക് എത്താം. നമ്മൾ എന്തായാലും ഇതിന്റെ ലാസ്റ്റിലേക്ക് കംപ്ലീറ്റ്ലി ഒരു പോഡ്കാസ്റ്റിന്റെ ടെക്നിക്കൽ ആൻഡ് എവറി സൈഡ്. ഞാൻ ഇത് ഇത്രയും കാലം ഇത് എഡിറ്റിങ്ങും ഇതൊക്കെ ഇത് റിജിൽ രാജ് എന്ന് പറയുന്ന പഠിച്ചെങ്കിലും ഇതിന്റെ കളർ ഗ്രേഡിങ് എനിക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ട് പാടുന്നുണ്ട്. ഞാൻ ചെയ്യുമ്പോൾ അത് ഭയങ്കര പണിയാണ്. അത് മൂപ്പരത് ഈസിലി ചെയ്യുന്നതാണ്. ഭയങ്കര ഹെൽപ്പായിരുന്നു. മാത്രമല്ല ഈവൻ നമ്മളുടെ സ്റ്റുഡിയോയിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന പല പെയിന്റിങ്ങുകളും എന്താണ് റിജിൽ രാജ് എന്ന് പറയുന്ന ആളുടെ ആർട്ടാണ്. നമ്മളുടെ ആദ്യം തൊട്ടുള്ള എല്ലാ പോഡ്കാസ്റ്റിലും അതിന്റെ ബാക്ക് ഫ്രെയിമിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മൂപ്പരൊന്ന് വരുന്നുണ്ട് കേട്ടോ, ആളുടെ ഒരു പോഡ്കാസ്റ്റ് വരുന്നുണ്ട്. മാത്രമല്ല ആളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ഈവൻ മൈത്രേയൻ്റെ വീഡിയോ ബുക്കിൽ പോലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആളുടെ ചിത്രങ്ങളാണ് അല്ലേ. ആളുടെ ചിത്രങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റിൽ കൃത്യമായ നിലപാടുകളുമുണ്ട്. ആളുടെ ചിത്രങ്ങൾക്ക് കൃത്യമായ സ്ഥാനവും ഈ പോഡ്കാസ്റ്റിലുണ്ട്. വായിക്കാൻ കഴിയില്ല അല്ലെ, വായിക്കാൻ വയ്യാത്ത ചിത്രങ്ങള് അയാൾ വരച്ചു. ഇൻവോൾവ്മെന്റ് അത്ര തന്നെ ഉണ്ട്. അതെ, ഇൻവോൾവ്മെന്റ് അത്ര തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രസക്തമാവുന്നു കേട്ടോ അല്ലെ. അത് നമുക്ക് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത നമ്മളെ ദഹൽനോട്ടിന്റെ ഒരു ഹെവി മെമ്പറാണ് കണ്ണനുണ്ട്. കിഷോർ കണ്ണനായിരുന്നു. യെസ്, അതേപോലെ തന്നെ വിഷ്ണു എല്ലാരും ഉണ്ട്. ഒരുപാട് പേരുകൾ പറയാനെങ്കിൽ ഷായിമിന് ഒരുപാട് പേരുകൾ പറയണ്ടാവും. ഞങ്ങളൊക്കെ ലാസ്റ്റ് മെമ്പേഴ്സ് ആട്ടോ, തുറന്നു പറയാ. ഞങ്ങളൊക്കെ ഈ പോഡ്കാസ്റ്റിന്റെ. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്ററപ്റ്റ് ചെയ്യാം, എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു റിവീലിംഗ് സൈഡിലാണ് നിൽക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ സഹകരിച്ചവർ, ഇതുമായി ബന്ധപ്പെട്ടവർ, ഇപ്പോൾ എന്താണ് സജീറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. സജീറാണ് നമ്മളുടെ പോഡ്കാസ്റ്റിൻ്റെ എന്താണ് ഈ പറയുന്ന പ്രോസസ്സർ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്, അതിലൊക്കെ സഹായിക്കുന്നത്. അത് മാത്രമല്ല ആദ്യം തുടക്കം തൊട്ട് തന്നെ ഇപ്പോൾ നമ്മളെ സ്പോർട്സിലൊക്കെ സപ്പോർട്ടീവായിട്ട് എന്താണ് ഷായിമിൻ്റെ ഐഡിയനോട് ദിലീപ് ഏട്ടൻ, അതുപോലെ തന്നെ സ്പോർട്സിൽ തന്നെ ഒരുപാട് മെമ്പേഴ്സ്, ഇപ്പോൾ ഈ പറയുന്ന പോലെ ആർട്ടിൻ്റെ സൈഡിൽ റിജിൽ രാജ്, അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫ്രെയിമിൽ നബീൽ നോബ്സ്, യെസ് ഇതിൽ നബീൽ നോബ്സ്, അതുപോലെ തന്നെ അക്ഷയ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു വ്യക്തിയുടെ ഞാൻ തന്നെ എന്താണ്, അതുപോലെ തന്നെ സജീർ, ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇതിൻ്റെ ഒരു ക്രാഫ്റ്റിങ് സെക്കൻഡ് ഫേസിൽ ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ അല്ലേ ഫ്രെയിം എങ്ങനെയായിരിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാക്കുന്നതും. അതിനുവേണ്ടി നബീലിൻ്റെ ഇപ്പം ഞങ്ങളാണ് തീരുമാനം ഉണ്ടാക്കുന്നത് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൽ പണിയെടുത്ത മേജറായിട്ടുള്ള ഒരു പാട്ട് പണിയെടുത്തിട്ടുള്ളത് നബീലാണ്. അതുപോലെ തന്നെ ചിത്രങ്ങൾ വെട്ടിയൊട്ടിക്കാൻ പോലും ഇപ്പോൾ ഷായിമിൻ്റെ ചങ്ങായി ശ്രീകുമാർ അടക്കമുള്ള ഒരുപാട് ആൾക്കാർ. ഓക്കെ, അപ്പം നമ്മൾ ഇവരെല്ലാവരും നമ്മൾ എല്ലാവരെയും സ്മരിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ സൈഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഷായിമ് തുടങ്ങിയപ്പോൾ ഷായിമിന് ഏതൊക്കെ ലൈറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്, എത്ര ക്യാമറാസ് എന്ന് ഷായിമ് പറഞ്ഞു. ഒരു ക്യാമറയും ഒരു ഫോണിൻ്റെ ഒരു മൊബൈൽ ക്യാമറയും 2 മൈക്ക്. എത്ര മൈക്ക് ഉണ്ടെന്ന്? 2 മൈക്കാണോ? 3 മൈക്ക് വാങ്ങിയിരുന്നു. 3 മൈക്ക് വാങ്ങിയിരുന്നു. അത് എങ്ങനെ വാങ്ങിയേ? അത് ആമസോൺ വഴി ഓൺലൈനിൽ എത്ര എനിക്ക് തോന്നുന്നു 800 റുപ്യക്കൊക്കെ ഈ സ്റ്റാൻഡ് അടക്കാന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഷായിമിന് എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ടാവും? അന്ന് നമുക്ക് വേണ്ടിയില്ല, കേൾക്കുന്നവർക്ക് അന്ന് കുറവായിരുന്നു. അന്ന് ലൈക്ക് ഓരോന്നിങ്ങനെ വാങ്ങി വെച്ചൊക്കെയായിരുന്നു. മനസ്സിലായി, ഒന്ന് വാങ്ങി വെക്കും, പിന്നെ അത് വാങ്ങി വെച്ച് കുറേ കഴിഞ്ഞിട്ട് അത് ചെയ്യുന്നത് തന്നെ. അത് വാങ്ങി വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇത് സ്റ്റാൻഡും വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിക്കും. കാരണം ഇതിങ്ങനെ ഇതിനോടൊരു ഫിയർ പോണല്ലോ, വെച്ചുകൊണ്ട് ഇതാക്കാൻ. നമ്മളിങ്ങനെ എവിടെയെങ്കിലും വെക്കും, നമ്മളിങ്ങനെ സംസാരിക്കാനുള്ളതൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കും, എന്നിട്ട് കുറച്ച് നേരം ഓൻ താക്കും, അങ്ങനെ ഓൻ സംസാരിക്കും. അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. പിന്നെ എന്താ പറയുക, പിന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് പിന്നെ ഹെഡ്ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഹെഡ്ഫോൺ വാങ്ങി. അങ്ങനെ കുറച്ച് ഇങ്ങനെ ഇട്ടിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ ഫസ്റ്റ് ഫേസിൽ ഷായിം എനിക്ക് തോന്നുന്നു 2 റിംഗ് ലൈറ്റ്, ഒരു ക്യാമറ, ഒരു മൊബൈൽ ക്യാമറ, ഒരു 3 ഹെഡ്സെറ്റ്,
3 മൈക്ക്, 2 ഹെഡ്സെറ്റ്, 3 മൈക്ക്. അതിൽ ക്യാമറ കൂട്ടുകാരൻ ഹെൽപ്പ് ചെയ്യുന്നു, മൊബൈലിൻ്റെ വൈഡ് ലെൻസ് ഷായ്മ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു, ഹെഡ്സെറ്റ് അതുപോലെ തന്നെ ഇപ്പോൾ ഷായ്മ തന്നെ പറഞ്ഞു ഒരു മൈക്കും സ്റ്റാൻഡും അടക്കം ഏകദേശം 800 റുപ്പീസിൻ്റെ ഉള്ളിൽ ഷായ്മ ഒന്ന് പർച്ചേസ് ചെയ്യുന്നു അല്ലേ. ഇതാണ് ഷായ്മൻ്റെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുന്ന ഇനീഷ്യൽ സ്റ്റേജ്. ദെൻ സെക്കൻഡ് ഫേസിൽ ഇപ്പം ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എന്താണ് ഈ പറഞ്ഞ പോലെ 2 സ്പോട്ട് ലൈറ്റുകൾ നമ്മളാകെ മാറ്റി. റിങ് നമ്മൾ ആദ്യം ഫുള്ള് ലൈറ്റ് എക്സ്പോസ് ചെയ്തിട്ടാണ് ഫുള്ള് അടിച്ച് റിംഗ് ഒക്കെ നേരെ വെച്ച് അങ്ങനെ എടുത്തിരുന്നത്. പിന്നെയാണ് ലൈറ്റിങ്ങിൽ ശ്രദ്ധിച്ചിരുന്നില്ല. പ്രൊഫഷണൽ അല്ലെങ്കിൽ നമ്മളത് ബേസിക്കാണ്, നമ്മളത് വെറും ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് എന്താ പറയുക, ലൈറ്റൊക്കെ ശരിക്കും ലൈറ്റിലൊക്കെ തന്നെ കുറച്ച് നല്ല രീതിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്രെയിംസ് സെറ്റാക്കാൻ പറ്റുന്നതാണ്. അത് കാണിച്ചു തന്നപ്പോൾ തന്നെ നമുക്കറിയാം. അവിടെ ഇവിടെയൊക്കെ ചെറിയ ലൈറ്റൊക്കെ ആഡ് ചെയ്താൽ തന്നെ ബാക്ക് ലൈറ്റും ഇതൊക്കെ കൊടുത്താൽ ഭയങ്കര രസമായി വരുന്നതായിട്ട്. നമ്മളിപ്പോൾ ലൈറ്റിംഗ് ആകെ മാറ്റി. ഇങ്ങനെ സ്പോട്ട് ലൈറ്റ്സ് ഇത് വന്നു, ഇവിടെ ബാക്ക് ലൈറ്റിന് 2 ചെറുത് വന്നു, ബാക്കിംഗ് ലൈറ്റ്സ് വന്നു. പിന്നെ ഇവിടെ ഒരു എന്താ ഇതിന് പറയാ, വള്ളി ലൈറ്റ്. അതെ, വള്ളി ലൈറ്റ് വന്നു അല്ലേ. പിന്നെ നമ്മളെ പ്ലാൻസ് വന്നു. നബീലിന്റെ ഒക്ടോപ്പസ് നബീല് വരച്ചതാണ്. അതിന്റെ കൺസെപ്റ്റ് അല്ല, കോൺസെപ്റ്റ് ഇന്റേതാണെങ്കിലും നബീല് വരച്ചതാണ് ഈ നീരാളിനെ. പിന്നെ ഇത് ഫുള്ളൊരു കണ്ണാടിയായിരുന്നു നമ്മളെ പണ്ടത്തെ പോഡ്കാസ്റ്റിൽ കണ്ട. ഇത് ഫുള്ള് ഇതൊരു ഇവിടെ മുമ്പേ ചെറിയൊരു ജിമ്മൊക്കെ റൺ ചെയ്തിരുന്നു. അതെ, അത് ആദ്യത്തെ സമയത്ത് ഇവിടെ ഒരു ജിമ്മായിരുന്നു. അതിന് ശേഷമാണ് ഷായ്മ ഈ പ്രോപ്പർട്ടി എടുക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു കണ്ണാടിയായിരുന്നു. അപ്പോൾ ഈ കണ്ണാടി എങ്ങനെ ക്ലിയർ ചെയ്യുന്നു, അതെ, ഈ കണ്ണാടി എങ്ങനെ ക്ലിയർ ചെയ്യുന്നുള്ളതായിരുന്നു ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള. പൊളിക്കാൻ പറ്റില്ല, പൊട്ടിച്ച് കളയാനും പറ്റില്ല, അത് ഒഴിവാക്കാനും പറ്റില്ല. അങ്ങനെ നമ്മളെടുത്തൊരു തീരുമാനമാണ്. നമ്മളൊരു എൻസൈക്ലോപീഡിയയിലുള്ള നിർണായകമായ എല്ലാ ചിത്രങ്ങളും നമുക്ക് 5 ആളായി കഴിയുന്നത് വെട്ടായിരിക്കുക. അതിൽ ഇവന് തോന്നുന്നത് കൊള്ളാം, ഓന് വെട്ടാം. ഇതിൽ ബോബ് മാർലിയും മൈക്കിൾ ജാക്സണും തൊട്ട് എന്താണ് മദർ തെരേസ, ഗാന്ധിജി അടക്കം ഇതിലില്ലാത്തവരില്ല. ഈ കാണുന്ന ആയിരക്കണക്കിന് ചിത്രങ്ങൾ, അതെ, ഒരാഴ്ച ആയിരക്കണക്കിന് ചിത്രങ്ങൾ കൈകൊണ്ട് വെട്ടിണ്ടാക്കിയാണ് അല്ലേ. 100 ചിത്രം 200 ചിത്രം ആയിരക്കണക്കിന് ചിത്രങ്ങളാണത്. ഇതിൽ ഓരോന്നും ഇത്ര വലിപ്പമുള്ള ചിത്രമൊക്കെ ഉണ്ട്, ചെറിയ കുഞ്ഞു ചിത്രമൊക്കെ ഇരുന്ന് വെട്ടും. സജീറൊക്കെ കാണുന്ന തുടങ്ങുമ്പോൾ രാത്രി ഇങ്ങനെ ഉറങ്ങിയത്, കാരണം ഇങ്ങനെ രാവിലെ തൊട്ട് വെട്ടി ശീലമായിട്ട് അങ്ങനെ ക്രാഫ്റ്റ് ചെയ്തൊരു സാധനമാണത്. പിന്നെ ഷായിമിന്റെ ഏറ്റവും വലിയ നിർബന്ധമായിരുന്നു ഒരു ഇലുമിനേഷൻ ലൈറ്റിൽ, അലൂമിനൻസ് ലൈറ്റില് ഷായിമിന് ഒരു വൈദ്യുതോട്ടോന്റെ അത് ഗ്ലെയർ അടിക്കുന്നത് ഞമ്മക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ സഹിക്കാന്നല്ലാതെ അല്ലേ, അത്രേ ഉള്ളൂ. നമ്മളെ കൂടെ കഴിയണല്ലേ ഷായ്മ നമ്മൾ ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് കളറാക്കി ഇവിടെ വരടി. പിന്നെ ഇതിന്റെ റൂമിന്റെ ആ സൈഡിൽ നിന്നാണ് ഈ അൽമാര, അത് ഞങ്ങൾ ഇവിടെ കൊണ്ടു വെച്ചു. പിന്നെ ഷായിമ് ബാഡ്മിൻ്റൺ കളിച്ച ട്രോഫികളാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഷായിമിൻ്റെ പുസ്തകങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഷായിമിൻ്റെ വേണ്ടപ്പെട്ട വാച്ച്, ക്ലോക്കുകൾ, പരിപാടികൾ, ബാഗ്, ഇതൊക്കെ വെച്ച്. പിന്നെ ഷായിമിൻ്റെ ഉമ്മ പെറ്റു പോറ്റുന്ന കുട്ടികളാണ് ഇരിക്കണൊക്കെ. ഇവിടക്ക് തിന്നാൻ കൊടുക്കാതെ ഇവിടെ കൊടുത്തിട്ടിട്ട് ഇവർ വാടുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകും അല്ലേ. എത്ര കാലം ഇവിടെ നിൽക്കലുണ്ട്. ശരിയാണ്. ഞാൻ എക്യുപ്മെന്റ്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയാം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ നിലവിലുള്ളത് 4 മൈക്ക്. ഈ 4 മൈക്കിനും കണക്ട് ചെയ്യുന്ന കേബിൾസ്, ഈ കേബിൾസ് ഇവിടുന്ന് നേരെ പോകുന്നത് ഒരു സൗണ്ട് പ്രോസസ്സറിലേക്കാണ്. ഈ സൗണ്ട് പ്രോസസ്സർ നിങ്ങൾക്ക് എത്ര പെർഫെക്റ്റ് ആവുന്നോ അത്രത്തോളം ഓഡിയോ ക്വാളിറ്റി കൂടും. അതാണ് നിങ്ങൾക്ക് പൈസ ചെലവാക്കേണ്ട ഒരു സ്ഥലം, അതാണ് മെയിൻ സ്ഥലം. അവിടെയാണ് നിങ്ങൾക്ക് അത് അത്യാവശ്യം വില വരും, 2-എണ്ണുള്ളതും 4-എണ്ണുള്ളതൊക്കെ വരും. പക്ഷെ സൗണ്ട് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം കിട്ടും, ക്വാളിറ്റി കിട്ടും. ഈ സംസാരിക്കുന്നതിന്റെ ക്വാളിറ്റി നിങ്ങളുടെ ചെവികളിലൂടെ എത്തി നിങ്ങളുടെ തലച്ചോർക്ക് എത്തുന്നതിന്റെ ആ സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, അത് എത്ര കൂട്ടണം എന്നുള്ളത് നിങ്ങൾക്ക് ആ സൗണ്ട് കാർഡിലൂടെ തീരുമാനിക്കാം അല്ലേ. ആ ഒരു പ്രോസസ്സറിലൂടെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 4ഓളം മൈക്ക് ഇവിടെ ഉണ്ട്, അതിനുള്ള സ്റ്റാൻഡ്. സൗണ്ട് കാർഡിന് പിന്നെ ഇത് വേണം, എന്താണ്, സിസ്റ്റത്തിലേക്ക് അത് നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പോഡ്കാസ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ
ഇവിടെ ഒരു ഫ്രെയിം ഇപ്പം നിലവിലുണ്ട്. മുൻപാണെന്നുണ്ടെങ്കിലും ഒരു ഫ്രെയിം ഉണ്ട്, ഒരു റൗണ്ട് ടേബിളിൽ വെച്ചിട്ടാണ് ഇവിടെ വൈദഹലിനോട്ട് റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്പേസ് അല്ലേ, ഒരു നല്ല ലൈറ്റിങ്ങും ഇതൊക്കെ വെച്ച് ക്യാമറ വെച്ച രസാവണ ഒരു സ്ഥലം, ഒരു ഫ്രെയിംസ് ഉള്ള ഒരു സ്ഥലങ്ങൾ എന്താണ് സെലക്ട് ചെയ്യുന്നുള്ളതാണ് ഷായിം ആൾവേസ് അഡ്വൈസ് തരുന്നത്. സെക്കൻഡ് അല്ലേ, ഇത് ബേസിക് ആണ്. ഇപ്പൊ തുടങ്ങണം എന്നുള്ള ആൾക്കാർക്കാണ്, അല്ലാതെ എല്ലാം റെഡി ആയിട്ട് തുടങ്ങൽ നടക്കൂല. ഒരു ബേസിക്സ്. അപ്പൊ ഈവൻ മൊബൈൽ ക്യാമറ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് തുടങ്ങാം. ഒരു ഫ്രെയിം മാത്രമാണെങ്കിലും നിങ്ങൾക്ക് തുടങ്ങി വെക്കാം, പിന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്താൽ മതിയല്ലോ. ഒരു മൊബൈൽ ക്യാമറ ആണെങ്കിലും ചെയ്യാം, ഒരു വൈഡ് വെച്ചിട്ട് ഒറ്റൊന്നിലും ചെയ്യാം. പിന്നെ രസത്തിന് വേണമെങ്കിൽ അപ്പുറത്തൊന്നുണ്ടെങ്കിൽ ഫ്രെയിം ഒന്ന് മാറ്റാലോ. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു മൊബൈൽ ക്യാമറ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാം. 4 മൈക്ക്, അതുപോലെ തന്നെ കേബിൾസ്. 2 മൈക്കാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്, മസ്റ്റ് ആയിട്ട്. 4 എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് പോഡ്കാസ്റ്റ് പോകുമ്പോഴാണ് അല്ലെ, ചിലർ 5 6 പോകും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. 2 ഓക്കെ, അത് പറയാം. അപ്പോൾ ഈ മൈക്കിൽ നിന്ന് കേബിൾസ് വേണം, അതുപോലെ തന്നെ സ്റ്റാൻഡ് വേണം. പിന്നെ നിങ്ങൾക്ക് ഫ്രെയിം ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ആദ്യം ചെയേഴ്സ് ചെയ്യുന്നു, പിന്നെ നമ്മൾ സോഫ, അതുപോലെ തന്നെ ഫ്രെയിമിൽ നമുക്ക് വേണ്ട മാറ്റങ്ങൾ നമ്മളിവിടെ വരുത്തി. ഇനി അതല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ നിന്ന് നേരെ നമ്മൾ പറഞ്ഞ പോലെ സൗണ്ട് കാർഡിലേക്കാണ് ഈ കേബിൾസ് പോണത്. സൗണ്ട് കാർഡിൽ നിന്ന് ഇവിടെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോജിക് പ്രോ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ക്യൂബേസ് ആണ്. പക്ഷെ ക്യൂബേസ് കുറച്ച് ഹാർഡാണ് ശരിക്കും പഠിക്കാൻ. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യൂല. അതിലേറെ ഈസിലി വർക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ ഇതുണ്ട്. അല്ല, ഈവൻ റീപ്പറൊക്കെ ഉണ്ട്. അതെ, ഇപ്പൊ ലോജിക് പ്രോ ആയാലും എന്താണ് ക്യൂബേസ് ആയാലും എല്ലാത്തിനും ബേസിക് ഒന്നാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ സെലക്ട് ചെയ്യുക, അതുവഴി നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളെ സൗണ്ട് കാർഡ് പെർഫെക്റ്റ് ആവുന്നതോടുകൂടി നിങ്ങളെ സൗണ്ട് പെർഫെക്റ്റ് ആയി. അത് പിന്നെ നിങ്ങൾക്ക് ഏത് ആപ്പ് വഴി പ്രോസസ് ചെയ്യണം എന്നുള്ളത്, ഏത് ആപ്ലിക്കേഷൻ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക അല്ലേ. പിന്നെ ഇവിടെ നമ്മൾ എഡിറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത്, ഈ വിഷ്വൽസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് 3 ട്രൈപോഡാണ് ഇവിടെ ഉള്ളത്. 3 ട്രൈപോഡ്, അത് 3 ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. നമ്മൾ അഞ്ജുവിൻ്റെ ഒരു ട്രൈപോഡും, ടോട്ടൽ 3 ട്രൈപോഡ് അവിടെ ഉള്ളത്. പിന്നെ ഇതിലുള്ള ക്യാമറാസ് എന്ന് പറയുന്നത് നിക്കോണിന്റെ ഒന്ന് കുറച്ച് പ്രാചീന പഴയ ഒരു ചെക്കനാണ്. പക്ഷെ ഓൻ കൊള്ളാട്ടോ, ഓനാണ് ഇവിടുത്തെ വൈഡ് ക്ലിയർ ആണ്. വൈഡിലൊന്നും കൂടി ലെൻസും ഇതിന് ഇപ്പൊ DSLR ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. കാരണം ക്യാമറ മൊബൈലിൽ നിന്ന് ഭയങ്കര ഒരു അപ്ഗ്രേഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും DSLR. കാരണം ക്വാളിറ്റി ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഞങ്ങളിത് പറയാൻ കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് മിറർ ക്യാമറാസ് ആണ് സ്റ്റിൽ. ഞങ്ങൾ മിറർലെസ് ഒന്നുമല്ല, പക്ഷെ നമ്മളുടെ പ്രീമിയം ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മിറർലെസ് ക്യാമറാസ്, പുതിയ സോണി, അതുപോലെ തന്നെ നിക്കോണിന്റെ ഒക്കെ അടിപ്പൻ ഏറ്റവും ടോപ്പ് എൻഡ് സാധനങ്ങൾ, പ്രൊഫഷണൽ ക്യാമറ. എനിക്ക് അതിനെ പറ്റി എനിക്ക് അതിനെ വലിയ അറിവൊന്നുമില്ല എനിക്ക് അതിനെ പറ്റി പറയാൻ. പക്ഷെ അതിൽ നമുക്കിപ്പോൾ സോണി എന്ന ക്യാമറ ഇപ്പോൾ കുറച്ച് വീഡിയോ ബുക്കൊക്കെ ചെയ്യുമ്പോൾ കിട്ടിയപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ പണി അറിയേണ്ട ആള് പോലല്ല, വെറുതെ നോക്കി എടുത്താൽ തന്നെ നല്ല ഭംഗിയുള്ള പിക്ചർ. അതാണ് ആ ക്യാമറയുടെ ക്വാളിറ്റി. അപ്പോൾ നിങ്ങൾ ക്യാമറ എത്രത്തോളം അപ്ഗ്രേഡ് ചെയ്യുന്നു അതെ നല്ലതാണ്. പിന്നെ ക്യാമറാസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഫ്രെയിംസ് കിട്ടുകയും ചെയ്യും. അത് നിങ്ങളെ ഇഷ്ടമാണ്. പിന്നെ ഈ വിഷ്വൽസ് ഇവിടുന്ന് ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്വാഭാവികമായിട്ട് പ്രീമിയർ പ്രോയിലിട്ട് എഡിറ്റ് ചെയ്യും. പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്തതിന് ശേഷം അതിന് സെലക്റ്റീവ് ആയിട്ടുള്ള കണ്ടൻസ് എടുത്തിട്ട് നമ്മൾ ഷോർട്സും റീൽസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യും. പിന്നെ ലൈറ്റിങ്ങിൽ ഇപ്പം ഞങ്ങൾ അപ്ഗ്രേഡായി വരുംതോറും ഞങ്ങൾ ലൈറ്റിങ്ങിൽ ശ്രദ്ധിക്കുന്നുണ്ട്. വൈദഹലിനോട്ട് അല്ലേ, ഡിഫറെൻറ്റ് ലൈറ്റിങ് എങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാന്നുള്ള ആലോചിക്കുന്നുണ്ട്. ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് റൺ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മൈക്ക്, ഹെഡ്സെറ്റ്സ്, ഇതിന് വേണ്ട കേബിൾസ്, സൗണ്ട് കാർഡ് മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ബഡ്ജറ്റ്, അതിൽ ഏറ്റവും അടിപൊളി സാധനം എടുക്കാൻ. സൗണ്ട് കാർഡ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് പറ്റും. അതായത് ഇപ്പം ഈ എന്താണ് സൗണ്ട് കാർഡ് ഇല്ലെങ്കിലും ഈ ഫോണിൽ അല്ലെങ്കിൽ ഇതൊക്കെ നടക്കും. അതായത് അത്ര അതിൽ ജസ്റ്റ് ഈ റീപ്പറിലൊക്കെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് നോയ്സ് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിടിക്കാം. പക്ഷേ ആ ക്ലാരിറ്റി കുറവായിരിക്കും. സൗണ്ട് കാർഡ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, ഇല്ലെങ്കിലും നമുക്ക് പിടിക്കാൻ പറ്റും. അതില്ലാഞ്ഞിട്ട് ഇനി
തുടങ്ങാണ്ട് പിന്നെ പോകണ്ട. ഈ വൈദഹൽ നോട്ട് എന്ന് പറയുന്നത് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട മണ്ഡലത്തിലെ വലിയൊരു പോഡ്കാസ്റ്റ് ആയി എന്ന് എഴുതിയിട്ടൊന്നല്ല ഈ കാര്യങ്ങൾ സംസാരിക്കണേ. അതെ, ഇപ്പൊ നമ്മളിവിടെ ഒരു പരിപാടി തുടങ്ങി അല്ലെ, നമ്മളതിന് കുറെ പഠിച്ചു, ഞങ്ങൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. അതായത് നമുക്കിപ്പോ കണ്ടന്റ് വൈസ് അല്ലെങ്കിലും അത് ടെക്നിക്കലി എങ്ങനെ ചെയ്യുക, ഇതെങ്ങനെയാണ്, ഇതിനാവശ്യമുള്ള കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ അത്രക്കൊരു ഇതൊന്നുമില്ല, കുറച്ചൊന്ന് ചിലവാക്കിയാൽ തന്നെ സൈഡിലൂടെ നിങ്ങൾക്ക് തുടങ്ങാം. ഒരു മൈക്ക് വെച്ചിട്ട് ഒരാൾ സംസാരിച്ച് തുടങ്ങിയാൽ തന്നെ ഈ പോഡ്കാസ്റ്റിൽ ഇങ്ങനെയാണ് കേട്ടോ. അത് പ്രത്യേകം നമ്മൾ പറയേണ്ട ഒരു കേസ് തന്നെയാണത്. പോഡ്കാസ്റ്റിൽ 2 ആൾ വേണമെന്നൊരു നിർബന്ധമില്ല. ഒരു പോഡ്കാസ്റ്റ് ആണ് ഒരാൾക്ക് ഒറ്റയ്ക്ക് അയാളുടെ ആശയങ്ങൾ സമൂഹത്തോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സംസാരിക്കുന്നതിന്റെ പേരും പോഡ്കാസ്റ്റ് എന്ന് തന്നെയാണ്. അതും അതിൽ ഉൾപ്പെടുത്താം. ബിൽബുർ എന്ന് പറഞ്ഞൊരു കൊമേഡിയനൊക്കെ ഉണ്ട്. അയാൾ വന്നുകൊണ്ട് 12 മിനിറ്റ് റാൻഡ് ചെയ്ത് പോലെ സൊസൈറ്റിനെ ഫുൾ തെറി പറഞ്ഞു പോകും. അതും പോഡ്കാസ്റ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒരു പോഡ്കാസ്റ്റ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ലാപ്ടോപ്പോ ഒരു PC ആവശ്യമായിട്ട് വരും. കാരണം ഈ പറയുന്ന ഈ സൗണ്ടിന്റെ ആപ്പും അതുപോലെ തന്നെ എഡിറ്റിങ്ങും അല്ലേ. അല്ല നിങ്ങൾ അതന്നെ അതൊക്കെ ഒരു കമ്പ്യൂട്ടർ വേണ്ടി വരും, മസ്റ്റാണ്. കാരണം എഡിറ്റിംഗ് ഇതൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ എനിക്ക് ഇത് ഫസ്റ്റ് പോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ അനുഭവം എന്തായിരുന്നു? എനിക്ക് തന്നെ ഉണ്ട് അനുഭവം. ഓട്ടോറിറ്റീസ്. അപ്പോൾ അതൊക്കെയാണ് ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്ന പരിപാടിയിൽ നോട്ട് ദ പോയിന്റ്. അപ്പോൾ അതൊക്കെയാണ് ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ. ഇത്രയൊക്കെ ഉള്ളു പരിപാടി അല്ലേ ജയമേ? അത്രയൊക്കെ തന്നെ ഉള്ളു. പിന്നെ അത് ചെയ്യാന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇടുന്നില്ലെങ്കിലും പോഡ്കാസ്റ്റ് ഓഡിയോ കേൾക്കുന്നതാണ്. സ്പോട്ടിഫൈയിലും ഇതിലൊക്കെ കേൾക്കുക എന്നുള്ള ഓഡിയോ മാത്രമായിട്ട് ഇടുക. അത് അങ്ങനെ ട്രൈ ചെയ്യുക ഫസ്റ്റ് അല്ലേ. അത് പോസിബിൾ ആണ്. അങ്ങനെയൊക്കെ നോക്കുക, എന്നിട്ട് ഇത് ചെയ്യുക. അതന്നെ അത് തുടങ്ങുക എന്നുള്ളതാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് പോയിക്കോളും. Why the hell not? 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 Why the hell not?